നമ്മൾ സയൻസിൻ്റെ പെഡഗോഗി പാർട്ടിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളില്ലേ, വിവിധ തരം കുട്ടികളുണ്ട്, അതുപോലെ തന്നെ വിവിധ തരം മനോഭാവ മേഖലകളിലെ ഡൊമെയിനും കാര്യങ്ങളും എല്ലാം ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ കുട്ടികൾക്ക് ആയിരിക്കുമ്പോൾ അവർ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പഠിക്കും. ഒരുപാട് ക്രിയാത്മക പഠിതാക്കളും വിവിധതരം പഠിതാക്കളും നമ്മുടെ സ്കൂളിലുണ്ട്. അവരുടെ ഓരോരുത്തരെയും മെൻറ്റാലിറ്റി മനസ്സിലാക്കി വേണം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ അവരുടെ നോളേജ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. അതൊക്കെ ഒരു അധ്യാപകനായി നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ശാസ്ത്ര വിഷയങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുമ്പോൾ ശരിയായ രീതിയിലുള്ള ബോധനം അവിടെ നടത്തുവാനായിട്ട് സാധിക്കൂ. ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് അല്ലേ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മെയിൻലി പഠന ഉപകരണങ്ങൾ. നമുക്കറിയാലോ, ശാസ്ത്ര വിഷയത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന പഠനോപകരണങ്ങൾ, അതായത് TLM എന്ന് പറയുന്നത്. നമുക്കറിയാം, കുട്ടികൾ കണ്ടുപഠിക്കുകയും കേട്ട് പഠിക്കുകയും സ്പർശിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്ന മേഖലയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ. നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ പരീക്ഷണങ്ങൾക്കും അതുപോലെ തന്നെ ആശയ രൂപീകരണത്തിനും പ്രൊജക്റ്റ് വർക്കിനും ഒക്കെ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം നമ്മൾ കൊടുത്തു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലാസ് മുറിയിൽ എങ്ങനെ ശാസ്ത്രം അല്ലെങ്കിൽ എങ്ങനെ ശാസ്ത്ര വിഷയങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഒരു ശാസ്ത്ര ആശയം, അങ്ങനെ വേണം കൃത്യമായിട്ട് പറയും അല്ലേ, ശാസ്ത്ര ആശയം എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കണമെന്നാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അവിടെ നമ്മൾ മെയിൻലി എടുക്കുന്ന സ്കൂൾ വിഭവങ്ങൾ എന്ന് പറഞ്ഞ ഇതിലാണ്. അതായത് സ്കൂളിൽ എന്തൊക്കെ ഒരുക്കങ്ങൾ ഒരു ശാസ്ത്ര വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ കാണണം, അല്ലെങ്കിൽ എന്തൊക്കെ സ്കൂൾ വിഭവങ്ങൾ ഒരു ശാസ്ത്ര ആഭിമുഖ്യം വളർത്തുവാനായിട്ടൊരു സ്കൂളിൽ കാണണമെന്നാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കിക്കേ. ഒരു ചിത്രം 1000 വാക്കുകളേക്കാൾ ഗുണപ്രദം. ശരിയല്ലേ? നമുക്ക് ഒരുപാട് ഇങ്ങനെ കിടന്ന കളവള പറയുന്നതിലും ഏറ്റവും നല്ലതാണ് ഒരു ചിത്രം കാണിച്ച് അതിൽ നിന്ന് കുട്ടികളെ മനസ്സിലാക്കാൻ വിടുന്നത്. നമ്മുടെ സ്കൂളിലൊക്കെയുള്ള പരീക്ഷാ പേപ്പർ നമ്മൾ കാണുന്നല്ലേ, ചിത്രം കൊടുക്കുക, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഈ ഒരു പാറ്റേണുള്ള ചോദ്യങ്ങൾ. അപ്പം അതുപോലെ ഒരു ചിത്രം ഒരു 1000 വാക്കുകളേക്കാൾ ഗുണപ്രദമാണ് അല്ലേ എന്ന ചൊല്ല് നിങ്ങൾ കേട്ടിരിക്കുക. ഞാൻ കേൾക്കുന്നു, ഞാൻ മറക്കുന്നു, ഞാൻ കാണുന്നു, ഞാൻ ഓർക്കുന്നു, ഞാൻ ചെയ്യുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. കണ്ടോ, എന്താണ് ഇവിടെ പറഞ്ഞ വാക്ക് കണ്ടോ? ഓരോന്നും വായിച്ചു നോക്കിയേ. ഞാൻ കേൾക്കുന്നു, ഞാനൊരു കാര്യം കേട്ടാൽ മാത്രം എന്ത് സംഭവിക്കും? ഞാനത് മറന്നുപോകും. നേരെ മറിച്ച് ഞാൻ ആ കാര്യം കാണുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാനത് ഓർക്കും. ഇനിയും മറിച്ച് ഞാനത് ചെയ്തു നോക്കുവാണെങ്കിലോ ഞാനത് മനസ്സിലാക്കും. കണ്ടോ, എന്ന ചൈനീസ് പഴഞ്ചൊല്ല് നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. ഒരു നല്ലൊരു സെൻറ്റൻസ് അല്ലേ. എന്താണ്? ഞാൻ കേട്ടാൽ ഞാൻ മറക്കും, ഞാൻ കണ്ടാൽ ഞാൻ ഓർക്കും, ഞാൻ ചെയ്താൽ ഞാൻ മനസ്സിലാക്കും. അപ്പം നോക്കിയേ, ചെയ്ത് പഠിക്കാനുള്ള അല്ലെങ്കിൽ ബൈ ഡൂയിങ് ആണ് നമുക്ക് ക്ലാസ് മുറിയിൽ ഒഴിക്കേണ്ടത്. എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ഉണ്ടാവത്തുള്ളൂ, മനസ്സിലാവുകയുള്ളൂ. കണ്ടോ, ഇന്നത്തെ ക്ലാസ് മുറിയിൽ ഇതിനാണ് പ്രാധാന്യം. ഞാൻ പറഞ്ഞില്ലേ ക്ലാസ് തുടങ്ങിയപ്പോൾ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറുമ്പോൾ അവർക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അവർ സ്വയമേ ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്ന ബോധന രീതി കുട്ടികൾക്കുണ്ടോ ഇല്ലയോ എന്നാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ചെയ്ത് പഠിച്ച് രീതി അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞ നമ്മുടെ വാക്യം ആസ്പദമാക്കിയാണ് ഇന്നത്തെ ക്ലാസ് മുറികൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കണ്ടോ, എന്താണ് ഇവ അർത്ഥമാക്കുന്നത്? അധ്യാപനം എത്രത്തോളം കണ്ടോ പ്രവർത്തനാധിഷ്ഠിതമാക്കുന്നുവോ അത്രയും അത് ഗുണപ്രദമായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. നമ്മൾ ക്ലാസ് മുറിയിൽ പഠിക്കുമ്പോൾ എത്രത്തോളം അതിനെ പ്രവർത്തനാധിഷ്ഠിതമാക്കുവാൻ പറ്റുമോ അത്രത്തോളം അത് എന്തായിരിക്കും? ഗുണപ്രദമായിരിക്കും. അതായത് ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരാശയം കുട്ടികളിലേക്ക് എത്തിക്കുമ്പോൾ അവരത് ചെയ്തു നോക്കുവാൻ ഉള്ള അവസരം നമ്മൾ ക്ലാസ് മുറിയിൽ ഒരുക്കണം. അങ്ങനെ ഒരുക്കുവാണെങ്കിൽ അത് കുട്ടികളുടെ മനസ്സിൽ നിലനിൽക്കും. ഇനിയും പഠിതാവിൻ്റെ സജീവ പങ്കാളിത്തത്തോടു കൂടി പഠനം ആസ്വാദവും മനസ്സിൽ ദീർഘകാലം നിലനിൽക്കത്തക്കയുമായി മാറുവാൻ സാധിക്കും. മനുഷ്യരിൽ പഠനം നടക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണെന്ന് നമുക്കറിയാമല്ലോ. കണ്ടോ, അതിൽ 83% പഠനം കാഴ്ചയിലൂടെയാണെങ്കിൽ 11% കേൾവിയിലൂടെ സംഭവിക്കുന്നത്. ബാക്കി 3.5% മണത്വം, 1.5% സ്പർശിച്ചും 1% രുചിച്ചുമാണ് കുട്ടികൾ കാര്യം മനസ്സിലാക്കുന്നുണ്ടോ. അപ്പം
നമുക്കറിയാം പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്. അതിൽ 83% പഠനം എങ്ങനെയാണ്? കാഴ്ചയിലൂടെ. സോ ദൃശ്യാനുഭവങ്ങൾ കുട്ടികൾക്കൊഴുക്കണം. അതിനാണ് നല്ല കളർഫുള്ളായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളും നല്ല നല്ല പിക്ചറുകളും നല്ല നല്ല ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ നമ്മൾ ക്ലാസ് മുറിയിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നത്. പിന്നെ 11% മാത്രമേ കേൾവിക്കുള്ളൂ. അതായത് നമ്മളൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പ്രയാസമുള്ളപ്പോൾ ഈ 11% കൂടി കാണുമ്പോൾ അവർക്ക് അതിനൊരു അർത്ഥം കൈവരിക്കാൻ പറ്റും. ബാക്കി 3.5% മണത്തും 1.5% സ്പർശിച്ചും 1% രുചിച്ചുമാണ് കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത തരം പഠനവിഭവങ്ങൾ നമ്മൾ ഫലപ്രദമായ ശാസ്ത്ര പഠനത്തിന് അനിവാര്യമായി നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഓർത്തിരിക്കണം, നമ്മൾ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കേണ്ടത് എന്താണ്? പ്രവർത്തനാധിഷ്ഠിതമായ പഠന രീതിയാണ് നമ്മൾ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കേണ്ടത്. അവിടെ കണ്ട് പഠിക്കാനും കേട്ട് പഠിക്കാനും തൊട്ട് പഠിക്കുവാനും അറിഞ്ഞു പഠിക്കുവാനും മണത്ത് പഠിക്കുവാനും രുചിച്ച് പഠിക്കുവാനുമുള്ള എന്താണ് അനുഭൂതി നമ്മൾ ക്ലാസ് മുറിയിൽ ഒരുക്കണം കേട്ടോ. അപ്പം നോക്കിയാൽ എന്തൊക്കെയാണ് സ്കൂൾ തല വിഭവങ്ങൾ? ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പരീക്ഷ പേപ്പറിൽ ചോദിക്കും കേട്ടോ. സ്കൂൾ തല വിഭവത്തിൽ നിന്ന് എപ്പോഴും ഒരു കാര്യം പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ, ഈ ക്ലാസ് മാത്രം കൂട്ടിയാൽ. നോക്കിയേ, 1 ശാസ്ത്ര ലാബ്, 2 ശാസ്ത്ര ലൈബ്രറി, 3 സ്കൂൾ പച്ചക്കറിത്തോട്ടം, 4 ജൈവ വൈവിധ്യ ഉദ്യാനം കേട്ടോ. എന്താണ് നമ്മുടെ സ്കൂൾ തല വിഭവത്തിൽ പെടുന്നതാണ്. 1 ശാസ്ത്ര ലാബ്, 2 ശാസ്ത്ര ലൈബ്രറി, 3 സ്കൂൾ പച്ചക്കറിത്തോട്ടം, 4 ജൈവ വൈവിധ്യ ഉദ്യാനം. ഇനിയും പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങളാണ് നക്ഷത്ര ബംഗ്ലാവ്, ഗ്രഹ നിരീക്ഷണ നിലയം, ഹെർബേറിയം, വിവേറിയം, അക്വേറിയം, ശാസ്ത്ര മ്യൂസിയം, സയൻസ് സെൻറ്റർ, സസ്യോദ്യാനം അതായത് ബൊട്ടാനിക്കൽ ഗാർഡൻ, മൃഗശാല, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓർത്തിരിക്കുക, സ്കൂൾ തല വിഭവങ്ങൾ 2 തരത്തിലുണ്ട്. 1 സ്കൂളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും 2 പ്രാദേശികമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതും കേട്ടോ. വേണമെങ്കിൽ ചോദിക്കാം, താഴെ പറയുന്ന സ്കൂൾ വിഭവങ്ങളിൽ പെടുന്നത് ഏത്? അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ പ്രാദേശിക വിഭവങ്ങളിൽ പെടുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെല്ലാം സ്കൂൾ തല വിഭവങ്ങൾ കണ്ടോ. ശാസ്ത്ര ലാബ് സ്കൂളിലേ ഉള്ളൂ. ശാസ്ത്ര ലൈബ്രറി അതും സ്കൂളിൽ നമ്മൾ സെറ്റപ്പ് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ സ്കൂൾ പച്ചക്കറിത്തോട്ടം, ആ വാക്കിൽ തന്നെ ഉണ്ട് സ്കൂളിലുള്ള പച്ചക്കറിത്തോട്ടം. പിന്നെയുള്ള ജൈവ വൈവിധ്യ ഉദ്യാനം, അതായത് നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡൻ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്കൂളുകളിൽ മിക്കപ്പോഴും നമ്മൾ കാണപ്പെടുന്ന പറഞ്ഞു അല്ലേ ജൈവ വൈവിധ്യ ഉദ്യാനം, ബയോഡൈവേഴ്സിറ്റി എന്താണ് പാർക്ക് എന്ന് നമ്മൾ പറയുന്ന സംഭവം. അതായത് സ്കൂളുകളിൽ കുട്ടികളെ നമ്മുടെ പൂമ്പാറ്റകളെ മനസ്സിലാക്കുവാനും ചെടികളുടെ വളർച്ച ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് ഈ പറഞ്ഞ ജൈവ വൈവിധ്യ ഉദ്യാനമൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ പ്രാദേശികമായിട്ട്, അതായത് നമ്മൾക്ക് കുറച്ചുകൂടി പുറത്തോട്ട് പോയി കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് നക്ഷത്ര ബംഗ്ലാവ്, അതായത് ഗ്രഹ നിരീക്ഷണ നിലയം, അതായത് പ്ലാനറ്റേറിയം ഇല്ല, നമ്മൾ ഗ്രഹങ്ങളെ നിരീക്ഷിക്കുവാനായിട്ടൊക്കെയുള്ള പ്ലാനറ്റേറിയം, ഹെർബേറിയം, വിവേറിയം, അക്വേറിയം, ശാസ്ത്ര മ്യൂസിയം, സയൻസ് സെൻറ്റർ, സസ്യോദ്യാനം ആൻഡ് മൃഗശാല. ഇതൊക്കെ നമുക്ക് പ്രാദേശികമായിട്ട് ഉള്ള വിഭവങ്ങളാണ് കേട്ടോ. ഓരോന്നും നമുക്ക് ഓടിച്ചു നോക്കാം. 1 ശാസ്ത്ര ലാബ്. എന്താണ് നമുക്ക് ശാസ്ത്ര ലാബ്? പ്രവർത്തനാധിഷ്ഠിത ശാസ്ത്ര പഠനത്തിന് പ്രവർത്തന സജ്ജമായ ഒരു ലബോറട്ടറിക്ക് പറയുന്ന പേരാണ് എന്ത്? ശാസ്ത്ര ലാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ LP UP തലങ്ങളിലുള്ള LP സ്കൂളുകളിലൊന്നും ഈ പറഞ്ഞ ശാസ്ത്ര ലാബിൻ്റെ അത്ര എന്താണ് ഒരു ഉപയോഗം നമ്മുടെ സ്കൂളുകളിൽ കാണില്ല. പക്ഷേ ഹൈസ്കൂൾ തലത്തിലേക്ക് വരുമ്പോൾ നിർബന്ധമായും ശാസ്ത്ര ലാബിലുള്ള പ്രവർത്തനങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം കേട്ടോ. അങ്ങനെ ഇല്ലാത്ത സ്കൂളുകളിൽ വിർച്വലായിട്ട് നമുക്കറിയാലോ ഒരു സയൻസ് ലാബ് വിർച്വലായിട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര് പറയാമോ? നമ്മൾ പഠിച്ചതാ. സയൻസ് വിർച്വലായിട്ട് ലാബുകൾ നമ്മൾ ചെയ്യിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര്, വിർച്വൽ ലാബ് നമുക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര് പറയാമോ? UP ഹൈസ്കൂൾ തലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട്, അതിൻ്റെ പേര് പറയാമോ? നമ്മൾ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കുന്ന ഒരു സയൻസ് ലാബ് വിർച്വലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സയൻസ് ലാബിൻ്റെ പേര് സ്റ്റിമുലേഷൻ ലാബ് എന്നൊക്കെ പറയാം. അതിനെ അറിയാം, അതിൻ്റെ പേര് അറിയത്തില്ലേ? IT ക്ലാസ്സിനകത്ത് വന്നതല്ലേ, ഫെറ്റ് കേട്ടിട്ടുണ്ടോ? PHET ഫെറ്റ് കേട്ടോ. നമ്മുടെ ഈ ഒരു സാധനം പഠിക്കണം കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതായത് നമുക്ക് ഈ നേരിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് കമ്പ്യൂട്ടർ മുഖേന അല്ലെങ്കിൽ
ശാസ്ത്ര വളർച്ചയുടെ ആഭിമുഖ്യത്തിൽ നമുക്ക് പുതിയ മാർഗം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ് ഫെറ്റ് സോഫ്റ്റ്വെയർ കേട്ടോ. അതിനകത്ത് നമുക്ക് എന്നാ എടുക്കാൻ പറ്റും, നമുക്ക് സ്റ്റിമുലേഷൻസ്, അതായത് ഒരു പരീക്ഷണത്തിൻ്റെ സിമുലേഷൻസ് നമുക്ക് കുട്ടികളെ സെറ്റപ്പ് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുള്ളതെന്ന് എൻ്റെ ഓർമ്മ. നമ്മുടെ ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ സയൻസും അതിൻ്റെ അകത്തുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തിരിച്ചും ഗണിതത്തെ തിരിച്ചും ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യുവാനായിട്ട് സാധിക്കും കേട്ടോ. ഫെറ്റ് എന്ന സോഫ്റ്റ്വെയർ നമുക്ക് ഫോണിലാണെങ്കിലും തുറക്കാം കേട്ടോ. ഫെറ്റ് എന്ന് ചുമ്മാ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ മതി. അതിനകത്ത് നമുക്കൊരു ഇൻട്രാക്റ്റീവ് സിമുലേഷൻ ലാബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അവിടെ കയറി ക്ലിക്ക് ചെയ്താൽ സ്റ്റാർട്ട് വിത്ത് സിമുലേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് സബ്ജക്റ്റ് വൈസ് ചൂസ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യം നമുക്ക് ചെയ്യുവാനായിട്ട് പറ്റും കേട്ടോ. അതിന് പറയുന്ന പേരാണ് ഫെറ്റ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് നേരനുഭവം കേട്ടോ, ആ വാക്ക് ശ്രദ്ധിക്കണം, നേരനുഭവം സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് കുട്ടികളെ ശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് പറ്റും. അപ്പോൾ എന്താ അവിടെ ഗുണം എന്താ, നേരനുഭവങ്ങൾ കിട്ടി പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ശാസ്ത്രത്തോടൊരു ആഭിമുഖ്യം വളർത്തുകയും അവരുടെ നിത്യജീവിതത്തിൽ അവരെന്ത് ചെയ്യാനായിട്ട് നോക്കും, ശാസ്ത്ര ആഭിമുഖ്യമുള്ള കുട്ടികളായിട്ട് വളരുവാനായിട്ട് അവർ നോക്കുകയും ചെയ്യും കേട്ടോ. അതാണ് ഈ പറഞ്ഞ സയൻസ് ലാബിൻ്റെ പ്രത്യേകത കണ്ടോ. ശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ അറിവുകൾ നേടുന്നതിനോടൊപ്പം അവ എങ്ങനെ നേടുന്നു എന്ന പ്രക്രിയാരീതിക്ക് കൂടി പ്രാധാന്യം നൽകുന്ന ഒന്നാണ് നൂതന ശാസ്ത്ര പഠന സമീപനം. ശാസ്ത്രം പ്രവർത്തനമാണല്ലോ, അതുകൊണ്ട് ശാസ്ത്ര പഠനത്തിൽ പരീക്ഷണങ്ങൾക്കുള്ള പ്രാധാന്യം എടുത്തു പറയേണ്ടതില്ല. എല്ലാ കുട്ടികളും പരീക്ഷണം ആസൂത്രണം ചെയ്യാനും നടത്താനും ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. പരീക്ഷണ സാമഗ്രികളുടെ കുറവ് അതിനെ തടസ്സമാക്കരുത്. പ്രവർത്തനാധിഷ്ഠിത പഠന രീതിയിൽ പാഠഭാഗങ്ങൾ വിനിമയം ചെയ്യാൻ ഇത്തരം ഒരു സ്കൂൾ സയൻസ് ലാബ് അനിവാര്യവും അത് ഒരുക്കുന്നതിനുള്ള ബോധപൂർവമായ പ്രവർത്തനം നടക്കേണ്ടതുമുണ്ട് കണ്ടോ. ഇതുവഴിയുള്ള ഗുണങ്ങളാണ് പ്രക്രിയാശേഷികളുടെ വികാസം, ആശയ രൂപീകരണം, ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ശാസ്ത്ര താല്പര്യം, ശാസ്ത്രീയ മനോഭാവം എന്നീ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുത്തുന്ന പഠനത്തിന് കുട്ടികൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. വേണമെങ്കിൽ ചോദിക്കാം, ശാസ്ത്ര ലാബ് ഉപയോഗിക്കുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവേണ്ട സവിശേഷതകൾ ഏതൊക്കെ, അല്ലെങ്കിൽ ഉണ്ടാവേണ്ട സവിശേഷതയിൽ പെടുന്നത് ഏതൊക്കെ, പെടാത്ത ഏതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാം കണ്ടോ. എങ്കിലും പാഠ്യപദ്ധതി ഉന്നം വെക്കുന്ന തരത്തിൽ എല്ലാ കുട്ടികൾക്കും പരീക്ഷണങ്ങൾ ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിൽ ഇനിയും മുന്നേറാനുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ, മിക്ക സ്കൂളുകളിലും ഈ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കണ്ടോ. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഇനി എന്താണ്, ശാസ്ത്ര പഠനത്തിൻ്റെ ഭാഗമായി ശാസ്ത്ര പുസ്തകത്തിൽ പ്രതിപാദിച്ചവയും അതിനോട് ബന്ധിച്ചവയുമായ പരീക്ഷണങ്ങൾ ചെയ്യുന്നതിന് കുട്ടികൾക്കിണങ്ങുന്ന രീതിയിൽ ശാസ്ത്ര ലാബ് സജ്ജീകരിക്കേണ്ടതുണ്ട്. സാമഗ്രികൾ വില കൊടുത്ത് വാങ്ങിയും കുട്ടികളുടെ സഹായത്തോടെ ശേഖരിച്ചും എല്ലാ കുട്ടികൾക്കും പരീക്ഷണങ്ങൾ ചെയ്യാവുന്ന വിധം നമ്മുടെ ലാബ് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ശാസ്ത്ര ലാബുകൾ നമ്മുടെ സ്കൂളിൽ സെറ്റപ്പ് ചെയ്യണം. ഇതാണ് ഒരു സയൻസ് ലാബിൻ്റെ ഘടന. അതായത് ഒരു സയൻസ് ലാബിലേക്ക് നമ്മൾ കയറിയാൽ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. നമ്മൾ പ്ലസ് ടുവിലും 10ലും ഒക്കെ നമ്മൾ ലാബിൽ പോയിട്ടപ്പോഴല്ലേ അല്ലേ, 4-5 ടേബിൾ അവിടെ കാണുമായിരിക്കും. അതിൻ്റെ അകത്ത് 2 ടേബിള് വിലങ്ങനെയും ഒരു ടേബിള് കുറുകയും ഇട്ടുകൊണ്ട് നടുക്കൊരു ഡെമോൺസ്ട്രേഷൻ ടേബിൾ കാണാം. അവിടെ നിന്നായിരിക്കും ടീച്ചർ എന്ത് ചെയ്യുന്നത്, നമ്മളെ ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ ടേബിൾ 1, ടേബിൾ 2, ടേബിൾ 3, ടേബിൾ 4 ചെയ്യുന്ന ഈ കാര്യങ്ങൾ നമുക്ക് സ്വയമേ ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ ഒരു വാഷ് ബേസിൻ കാണും. പിന്നെ ഒരു അലമാര ഫിസിക്സിനും ബയോളജിക്കും വേണ്ടിയും കെമിസ്ട്രിക്ക് വേണ്ടി സ്വന്തമായി മറ്റൊരു അലമാരയും കാണും കേട്ടോ. ഇനിയും ഇതിൻ്റെ അകത്ത് നമ്മുടെ ഒരു ബ്ലാക്ക് ബോർഡ് അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും, ക്ലാസ് മുറി പോലെ തന്നെ. കാരണം കുട്ടികളെ ചില കാര്യങ്ങളൊക്കെ വരച്ച് കാണിക്കേണ്ടതായിട്ടുണ്ട്, എഴുതി കാണിക്കേണ്ടത്. അതൊക്കെ ഏതൊക്കെ സാധനങ്ങൾ എടുക്കണം, എന്തൊക്കെ തമ്മിലാണ്, എത്ര അളവിലാണ് മിക്സ് ചെയ്യേണ്ടത്, എത്ര വെയിറ്റ് വേണം എടുക്കാൻ, ഇതൊക്കെയാണ് ആ ബ്ലാക്ക് ബോർഡിൽ നമ്മൾ കുറിക്കുന്നത്. ഇനിയും അവിടെയുള്ള ലിസ്റ്റുകളാണ് ഡെമോൺസ്ട്രേഷൻ ടേബിൾ 1, വർക്കിംഗ് ടേബിൾ 1, അലമാര, ബ്ലാക്ക് ബോർഡ്, വാഷിംഗ് ബേസിൻ, ബക്കറ്റ്, കപ്പ്, വേസ്റ്റ് ബസ്ക്കറ്റ് എന്നിങ്ങനെയൊരു കാര്യങ്ങളാണുള്ളത് കേട്ടോ. അതങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇനി സ്കൂളിൽ പഠിപ്പിക്കാൻ കയറി വല്ല HMO ഇതിൻ്റെയൊക്കെ ചാർജോ കിട്ടുവാണെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. സയൻസ് ലാബിൻ്റെയൊക്കെ വർക്ക് കിട്ടുകയാണെങ്കിൽ ഈ കാര്യം നമുക്ക് അപ്പോൾ ഉപയോഗത്തിൽ പെടുത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പരീക്ഷയ്ക്ക് LP UP കാറ്റഗറി 1 നും 2 നും ഈ ഒരു കാര്യം ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ കാറ്റഗറി 3ക്ക് ഇത് ചോദിക്കും കേട്ടോ. ഇനി അടുത്ത് നോക്കിയ ശാസ്ത്ര ലാബിലെ പ്രധാന വസ്തുതകൾ എന്തൊക്കെയാണ്. പ്രവർത്തന പ്രതലം, ഒരു വർക്കിംഗ് ടേബിൾ കാണണം, രാസവസ്തുക്കൾ വെക്കാനുള്ള തട്ടുകൾ. നമ്മൾ കണ്ടില്ല, നമ്മുടെ സയൻസ് ലാബിൽ കയറിയാൽ നമുക്ക് ഈ സൊല്യൂഷൻസ് ഒക്കെ വെക്കാനും ഒക്കെ നമ്മൾ തടിയുടെ ഷെൽഫുകൾ അവിടെ കാണും കേട്ടോ. അതിനെയാണ് അത് ശാസ്ത്രവസ്തുക്കൾ വെക്കാനുള്ള തട്ടുകൾ ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ളതാണ് ജലം എത്തിക്കുന്ന ടാപ്പുകൾ. നമുക്ക് ഈ പറഞ്ഞ രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഓരോ പ്രവർത്തനത്തിന് ശേഷവും കഴുകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ടാപ്പുകൾ വേണം, കഴുകാനുള്ള സിങ്കുകൾ വേണം,
മാലിന്യം നിക്ഷേപിക്കാനുള്ള പെട്ടികൾ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലാബിൽ കാണും കേട്ടോ. ഇനിയും ഏതൊക്കെയാണ് ലാബിൽ സൂക്ഷിക്കേണ്ട രജിസ്റ്റർ? ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. പെർമനൻറ്റ് ആർട്ടിക്കിൾ രജിസ്റ്റർ, സ്റ്റോക്ക് രജിസ്റ്റർ, പിന്നെ സ്റ്റോക്ക് രജിസ്റ്റർ ഫോർ കൺസ്യൂമബിൾ ആർട്ടിക്കിൾ, അത് പൊട്ടുന്നതിനും പൊട്ടാത്തതിനും ഉള്ളത്, ഇഷ്യൂ രജിസ്റ്റർ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുട്ടികൾ എത്രയൊക്കെ തിരിച്ച് തരുന്നുണ്ട്, അതാണ് ഇഷ്യൂ രജിസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഡിസ്പോസൽ രജിസ്റ്റർ, അതായത് ലാബിൽ നിന്ന് നശിപ്പിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ സാധനങ്ങളുടെ പട്ടികയാണ് ഡിസ്പോസൽ രജിസ്റ്ററിനകത്ത് വരേണ്ടത്. പിന്നെ റിക്വയർമെൻറ്റ് രജിസ്റ്റർ, ഇനി എന്നൊക്കെ സാധനങ്ങൾ വേണമെന്ന് പറയുന്നതാണ് റിക്വയർമെൻറ്റ് രജിസ്റ്റർ കേട്ടോ. ഇനിയും ഇവിടെ തൊട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് സോൾ സയൻസ് ലാബിൽ ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ. നമ്മളെങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് വെച്ചാൽ, നമ്മൾ ചോദിക്കുന്നത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസനാമം ഏതാണ് താഴെ പറയുന്നതിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ രാസനാമം ഏതാണ് താഴെ പറയുന്നതിൽ കേട്ടോ. അതുകൊണ്ട് ഈ രാസനാമങ്ങൾ ഒബ്വിയസ്ലി അറിഞ്ഞിരിക്കണം. ഹൈഡ്രോ ആസിഡുകളാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ രാസനാമമാണ് HCl കേട്ടോ. ഹൈഡ്രോക്ലോറിക് ആസിഡ്, ആ വാക്കിനുണ്ട് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡാണ് HCl. നമ്മുടെ വയറ്റിൽ കാണപ്പെടുന്ന ആസിഡ് ഇത് തന്നെയാണ്. നമ്മൾ ഈയിടെ ദഹന വ്യവസ്ഥയൊക്കെ ടീച്ചർ കിടന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നില്ലേ, ഓർമ്മയില്ലേ? ദഹന വ്യവസ്ഥയ്ക്ക് നമ്മുടെ ആമാശയത്തിൽ സ്റ്റമക്കിൽ വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡ് ഏതാണ്? മിക്സ് ആകുന്ന ആസിഡ് ഏതാസിഡാ? പഠിച്ചില്ലായിരുന്നോ? ദഹന വ്യവസ്ഥ നിങ്ങളെ പഠിപ്പിച്ചില്ലേ? അതിൻ്റെ അകത്ത് നമ്മുടെ ഫുഡ് വായിൽ നിന്ന് ഇടുമ്പം തൊട്ട് നമ്മുടെ സലൈവമായിട്ട് മിക്സ് ആവും. ശേഷം എന്താണ്, നമ്മുടെ വയറ്റിലേക്ക് ചെല്ലുമ്പോൾ സ്റ്റൊമക്കിൽ വെച്ച് ആമാശയത്തിൽ വെച്ചുകൊണ്ട് എന്ത് നടക്കും? അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടും മിക്സ് ആവും. ആ ആസിഡാണ് ഈ പറയുന്നത് കേട്ടോ. നമ്മുടെ ആമാശയത്തിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. പിന്നെ സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ H2SO4 കേട്ടോ. സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസനാമമാണ് H2SO4. നൈട്രിക് ആസിഡ് ആണെങ്കിൽ HNO3 കേട്ടോ. HNO3 ആണ് നൈട്രിക് ആസിഡിൻ്റെ രാസനാമം. അസറ്റിക് ആസിഡ് ആണെങ്കിൽ CH3COOH കേട്ടോ. CH3COH ആണ് അസറ്റിക് ആസിഡിൻ്റെ രാസനാമം. ഇതാണ് ആസിഡുകൾ. ആസിഡുകളുടെ പ്രത്യേകത എന്താണ്? ആസിഡുകൾക്ക് പുളിരുചിയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ലിറ്റ്മസ് പേപ്പർ ഇല്ലേ, ആ പറയുന്ന ലിറ്റ്മസ് പേപ്പർ ഏത് നിറത്തിലാണ്? നീല നിറത്തിൽ അല്ലേ. നീല ലിറ്റ്മസിനെ ചുവന്ന ലിറ്റ്മസ് പേപ്പർ ആക്കുന്നതാണ് ആസിഡുകൾ. pH സ്കെയിൽ ആസിഡിൻ്റെ റേഞ്ച് എത്ര തൊട്ട് എത്ര വരെയാ? പഠിച്ചതല്ലേ? pH സ്കെയിൽ ആസിഡിൻ്റെ റേഞ്ച് എത്ര തൊട്ട് എത്ര വരെയാ? അറിയത്തില്ലേ? ആസിഡുകളുടെ റേഞ്ച് pH സ്കെയിൽ എത്ര വരെയുള്ളതാ? 0 മുതൽ 14 വരെയുള്ളതാണ് pH സ്കെയിൽ. അതിൽ എത്ര തൊട്ട് എത്ര വരെയുള്ള റേഞ്ചാണ് ആസിഡുകൾ പറയുന്നത്? 7 ആണെങ്കിൽ അത് നോർമലാണ്, അതായത് നമ്മുടെ പച്ചവെള്ളമാണ് 7 പറയുന്നത്. 7ൻ്റെ പുറകോട്ടാണെങ്കിൽ, അതായത് 0 തൊട്ട് 7 വരെയാണെങ്കിൽ അത് ആസിഡായിരിക്കും. 7 മുന്നോട്ടാണെങ്കിൽ അത് ആൽക്കലി ആയിരിക്കും കേട്ടോ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നമ്മുടെ ശാസ്ത്രത്തിനകത്തുള്ള കോൺസെപ്റ്റ് ഇത് കേട്ടോ. അപ്പോൾ ഈ താഴെയുള്ള 7ന് പുറകോട്ടുള്ള കാര്യങ്ങളെ പറയും ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും അസറ്റിക് ആസിഡും സിട്രിക് ആസിഡും ഒക്കെ കേട്ടോ. ഇതൊക്കെ എന്താണ്? ആസിഡുകളാണ്. ആസിഡുകളുടെ പൊതുസ്വഭാവമാണ് എന്താണ്? പുളിരുചി കാണും. അവയ്ക്ക് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രിസർവേറ്റീവ് ആവശ്യമൊക്കെ യൂസ് ചെയ്യാം. ഇതൊക്കെ ആസിഡിൻ്റെ പ്രത്യേകതയാണ്. ഇനി ആൽക്കലിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 7ന് മുന്നോട്ടും 14 വരെയുള്ള വാല്യൂ ആണ് ആൽക്കലികൾ വരേണ്ടത് ഉണ്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ NaOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ KOH, അമോണിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ NH4OH, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ CaOH ട്വൈസ് എന്ന് പറഞ്ഞാൽ CaOH ട്വൈസ് എന്ന് പറഞ്ഞാൽ Ca കഴിഞ്ഞിട്ട് OH 2 തവണ ഉണ്ട് എന്നർത്ഥം കേട്ടോ. ഇനിയും ആൽക്കലിയുടെ പൊതു സ്വഭാവം എന്താണ്? ചുവപ്പിനെ നീലയാക്കി മാറ്റും. അതുപോലെ തന്നെ ഒരു അമ്ല രുചിയായിരിക്കും. പിന്നെ ഒരു വഴുവരിപ്പ് കാണും. നമ്മുടെ സോപ്പൊക്കെയാണ് ഈ പറയുന്ന ആൽക്കലിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെയുള്ള ആൽക്കലിയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഹൈഡ്രോക്സൈഡുകാരെല്ലാം ഇവിടെ വരും, ആൽക്കലിക്കകത്ത് വരും. ആസിഡുകളെല്ലാം ആസിഡുകളുടെ കൂട്ടത്തിലായിരിക്കും വരുന്നത്. ഇനി താഴെയുണ്ട് കണ്ടോ, ലവണങ്ങളായിട്ടുള്ളതാണ് ക്ലോറൈഡുകളും കാർബണേറ്റുകളും സൾഫൈഡുകളും നൈട്രേറ്റുകളും കേട്ടോ. ലവണങ്ങൾക്കകത്ത് വരുന്നതാണ് ക്ലോറൈഡ്, കാർബണേറ്റ്, സൾഫേറ്റ്, നൈട്രേറ്റ്. അതിനകത്ത് വരുന്നതാണ് അമോണിയം ക്ലോറൈഡ് NH4Cl, സോഡിയം ക്ലോറൈഡ് NaCl, പൊട്ടാസ്യം ക്ലോറൈഡ് KCl. ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് പൊട്ടാസ്യത്തിൻ്റെ രാസനാമം കേട്ടോ. പൊട്ടാസ്യത്തിൻ്റെ രാസനാമം K ആണ് കേട്ടോ. നമ്മുടെ പീരിയോഡിക് ടേബിൾ നോക്കുവാണെങ്കിൽ മിക്കതിനും അതിൻ്റേതായിട്ടുള്ള, ഇപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ H അല്ലേ, ഹീലിയം ആണെങ്കിൽ He, ആർഗൺ ആണെങ്കിൽ Ar അല്ലേ. അതുപോലെ തന്നെ എല്ലാമായിട്ട് ആ പേരുമായിട്ട് സിമിലാരിറ്റി ഉള്ളതാണ് മിക്ക. ക്രോമിയവും Cr-ഉം അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, ഇതിൻ്റെ എല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു ലെറ്ററിൻ്റെ തുടക്കം തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേ പൊട്ടാസ്യത്തിൻ്റെ കേസിൽ K ആണ് പൊട്ടാസ്യം ആയിട്ട് പറയുന്നത് കേട്ടോ. നമ്മുടെ പൊട്ടാസ്യത്തിൻ്റെ എന്താണ് ആറ്റോമിക്സ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ് സിമ്പൽ എന്ന് പറയുന്നാൽ K ആണ് കേട്ടോ.
അതുകൊണ്ടാണ് പൊട്ടാസ്യം ക്ലോറൈഡിന് KCl വന്നത്. പിന്നെ കാൽസ്യം ക്ലോറൈഡ് ആണെങ്കിൽ CaCl2, ബേരിയം ക്ലോറൈഡ് ആണെങ്കിൽ BaCl2. +2 ഒക്കെ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ക്ലോറൈഡുകൾ നമ്മൾ കണ്ടുപിടിക്കാനായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്യും അല്ലേ, ആ സാധനം തന്നെ. പിന്നെ കാർബണേറ്റ് ആണെങ്കിൽ Na2CO3, സോഡിയം ബൈകാർബണേറ്റ് ആണെങ്കിൽ NaHCO3, കാൽസ്യം കാർബണേറ്റ് ആണെങ്കിൽ CaCO3, CaCO3 എന്ന് നമ്മൾ പറയും കേട്ടോ. ഞങ്ങൾ പണ്ട് പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന CaCO3 കണ്ടോ, CaCO3 എന്നൊക്കെ നമ്മൾ എളുപ്പത്തിൽ +2 വെച്ച് നമ്മൾ പഠിക്കുന്നതായിരുന്നു. പിന്നെ സൾഫൈഡുകൾ, ലവണങ്ങളായിട്ടുള്ള സൾഫൈഡുകളാണ് കോർപ്പസ് സൾഫേറ്റ് CuSO4, സിങ്ക് സൾഫേറ്റ് ZnSO4, കാൽസ്യം സൾഫേറ്റ് CaSO4, എല്ലാത്തിനും അവസാനം SO4 കാണും കേട്ടോ. ഇതിൻ്റെ ആണെങ്കിൽ CO3 കാണും, ഇതാണെങ്കിൽ Cl കാണും. അതുകൊണ്ടാണ് ക്ലോറൈഡുകൾക്ക് അവസാനം Cl, കാർബണേറ്റുകൾക്ക് അവസാനം CO3, ഇനിയും സൾഫൈഡിന് അവസാനം SO4, നൈട്രേറ്റുകളാണെങ്കിൽ NO3 കണ്ടോ. ഇതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, എല്ലാത്തിനും അവസാനം കാണുന്നതാണ് കണ്ടോ. സിങ്ക് സൾഫേറ്റ് ZnSO4, കാൽസ്യം സൾഫേറ്റ് CaSO4, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് CaSO4 half H2O. പിന്നെ മഗ്നീഷ്യം സൾഫേറ്റ് MgSO4, അമോണിയം സൾഫേറ്റ് NH4 twice SO4, സോഡിയം സൾഫേറ്റ് Na2SO4, ഫെറസ് സൾഫേറ്റ് FeSO4, സിൽവർ സൾഫേറ്റ് AgSO4, സോഡിയം തയോസൾഫേറ്റ് Na2S2O3. പിന്നെ നൈട്രേറ്റുകളാണെങ്കിൽ സിൽവർ നൈട്രേറ്റ് AgNO3, ഡെൽ നൈട്രേറ്റ് ആണ് PbNO3, സോഡിയം നൈട്രേറ്റ് NaNO3, പൊട്ടാസ്യം നൈട്രേറ്റ് KNO3 കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് നോക്കി വെക്കുക നല്ലതാണ്. അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഓർത്ത് വെക്കണം. ക്ലോറൈഡുകളാണെങ്കിൽ അവസാനം ക്ലോറിൻ കാണും, കാർബണേറ്റുകളാണെങ്കിൽ CO3യുടെ പ്രസൻസ് കാണും, നൈട്രേറ്റുകളാണെങ്കിൽ NO3യുടെ പ്രസൻസ് കാണും, സൾഫേറ്റുകളാണെങ്കിൽ SO4ൻ്റെ പ്രസൻസ് കാണും. ബാക്കിയെല്ലാം നമ്മുടെ പീരിയോഡിക് ടേബിൾ നോക്കുവാണെങ്കിൽ ആ പേരുമായിട്ട് തന്നെ സാമ്യമുള്ളതാണ്. നമുക്ക് ഉത്തരത്തിലേക്ക് കുറേയൊക്കെ എത്താൻ പറ്റും. പിന്നെ ലോഹങ്ങളാണ് അലൂമിനിയം പൗഡർ തകിട് ദണ്ട്, സിങ്ക് കഷ്ണങ്ങൾ തകിടുകൾ ദണ്ടുകൾ, കോപ്പർ തകിടുകൾ ദണ്ടുകൾ, ഇരുമ്പ് പൊടി ദണ്ട്, അതായത് ലാബിൽ കാണുന്ന കേട്ടോ. പിന്നെ മഗ്നീഷ്യം റിബൺ, ലെഡ്, ക്രോമിയം, നിക്കൽ, മെർക്കുറി, ലിഥിയം, സോഡിയം, ടിന്ന്, വെള്ളി, പൊട്ടാസ്യം, ഇതൊക്കെ നമ്മുടെ ലൈബ്രറി കാണണം, നമ്മുടെ ലാബിൽ കാണാം. ഇതിനാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ മാഗ്നറ്റിൻ്റെയും അതുപോലെ തന്നെയുള്ള ഈ കറണ്ടിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ പരീക്ഷണങ്ങൾ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ലോഹങ്ങൾ നമുക്ക് ആവശ്യമായിട്ട്. അതുപോലെ തന്നെ ലോഹങ്ങൾ ആസിഡ് ആൽക്കലിക്കായിട്ട് റിയാക്ട് ചെയ്യാൻ നമുക്കറിയാലോ, ഹൈഡ്രജനൊക്കെ നമ്മൾക്ക് ഫോം ആവും. അതുപോലെയുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഈ പറഞ്ഞ ലോഹങ്ങളുടെയൊക്കെ ആവശ്യം നമുക്ക് ശാസ്ത്ര ലാബിൽ കാണും കേട്ടോ. ഇനിയും സൂചകങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കണ്ടത്? ലിറ്റ്മസ് ഏതൊക്കെ കാണും? ചുവപ്പ്, നീല, നമ്മുടെ പറഞ്ഞല്ലോ ആസിഡും ആൽക്കലിയൊക്കെ അളക്കാനായിട്ടാണ്. പിന്നെ pH പേപ്പർ റേഞ്ച് കൂടിയത് ഫിനോപ്തലിൻ ലായനി കാണണം, മീഥൈൽ ഓറഞ്ച് ലായനി കാണണം, ലായ രൂപത്തിലുള്ളതായിരിക്കും അഭികാമ്യം. എന്താണ് ലായനി രൂപത്തിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൊല്യൂഷനായിട്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി പൊതുവായിട്ട് കാണപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, ഇവിടെ നിന്നും ചോദ്യം ചോദിക്കാറുണ്ട്. പൊട്ടാസ്യം പെർമാനേറ്റിൻ്റെ കെമിക്കൽ ഫോർമുല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, KMnO4. അമോണിയം ട്രൈക്രോമേറ്റ് NH4 twice Cr2O7. പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. യൂറിയ NH2CONH2. പിന്നെ ഗ്ലൂക്കോസ് പരീക്ഷയ്ക്ക് കുറേ തവണ ചോദിച്ചാണ്, C6H12O6. പിന്നെ പഞ്ചസാര C12H22O11. ഫെറസ് സൾഫൈഡ് FeS, മാഗ്നീസ് ഡൈഓക്സൈഡ് MnO2, ഫോസ്ഫറസ് P, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7, അയഡിൻ ആണെങ്കിൽ I, ഗ്ലിസറിൻ C3H8O3, കർപ്പൂരം ഓർത്തിരിക്കേണ്ട ഒരെണ്ണമാണ്. കാരണം നമുക്കറിയാലോ നമ്മുടെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഏതൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലേ. അതിൻ്റെ അകത്ത് നമുക്കറിയാം ഒരു വസ്തു, ഇപ്പം ഐസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഐസ് എന്ന് പറയുന്ന ഒരു സോളിഡാണ്. ആ സോളിഡുള്ള ഒബ്ജക്റ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് മാറും അല്ലേ, ലിക്വിഡായിട്ട് മാറും. ഇനി അതിനെ വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിലോ അത് ഗേഷ്യസ് ഫോം ആവും, അതായത് ഗ്യാസ് ആയിട്ട് ഉയരും. നിങ്ങൾ നോക്കുവാണെങ്കിൽ മിക്ക സാധനങ്ങളും, അതായത് ഇപ്പോൾ ഒരു ഇരുമ്പ് കഷ്ണം എടുക്കുന്നതെങ്കിൽ ഇരുമ്പ് കഷ്ണത്തെ നമ്മൾ ഉരുക്കുമ്പോൾ അത് ഇരുമ്പ് എന്തായിട്ട് മാറും? ഉരുകും. അതും ഈ പറഞ്ഞ പോലെ ഇവാപ്പറേഷൻ, ഓവർ ഹീറ്റ് ആകുമ്പോൾ ഇവാപ്പറേഷനായിട്ട് മാറും. പക്ഷേ ഈ പറഞ്ഞ കർപ്പൂരം ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കർപ്പൂരത്തിന് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നേരെ നമ്മുടെ ദ്രാവകാവസ്ഥയിലേക്ക് മാറാൻ കേട്ടോ, ഈ കർപ്പൂരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് നമ്മുടെ നാഫ്തലിൻ എൻ്റെ പ്രത്യേകതയാണ്. കർപ്പൂരത്തിന് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന്, അതായത് ഖരാവസ്ഥയിൽ നിന്ന് എങ്ങോട്ട് മാറാൻ? നമ്മുടെ വാതകാവസ്ഥ കേട്ടോ, ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറാനുള്ള കഴിവ് ആർക്കുണ്ട്? കർപ്പൂരത്തിനുണ്ട്. ശരിയല്ലേ? നമ്മൾ വീട്ടിൽ കർപ്പൂരം അല്ലെങ്കിൽ നമ്മൾ കിച്ചണിലൊക്കെ നമ്മൾ പുറത്തൊക്കെ തീയിടാൻ നേരം കർപ്പൂരം കത്തിക്കും അല്ലേ. ആ സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു കത്തിക്കുമ്പോൾ നേരെ വാതകാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നേരെ ഗേഷ്യസ് ഫോമിലേക്ക് പോകുന്ന ഒരേ ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറഞ്ഞ
കർപ്പൂരം അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കേട്ടോ. അതായത് താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നവനാണ് ആര്? ഈ പറയുന്ന കർപ്പൂരം. നോക്കി വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഖരാവസ്ഥയിൽ നിന്നും നേരെ വാതകാവസ്ഥയ്ക്ക് മാറാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ കർപ്പൂരത്തിനുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നാഫ്തലീൻ എന്ന് പറയും. നമ്മുടെ പാറ്റ ഗുളികയില്ലേ, ആ സാധനം തന്നെ. നമ്മൾ വീട്ടിൽ പാറ്റയെ ഓടിക്കാനായിട്ട് സിങ്കിനകത്തൊക്കെ ഇടത്തില്ലേ വെള്ള സാധനം, ആ സാധനം കേട്ടോ. ഇനിയും ആലം, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ആലം എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയോ? ആലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആലം എന്ന് പറഞ്ഞ സാധനം വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന. ആലം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? K2S4 Al2 SO4 ത്രൈസ് 24H2O. എന്തിനാണ് യൂസ് ചെയ്യുന്നത് അറിയോ? ആലം യൂസ് ചെയ്യുന്നത് വീടുകളിലൊക്കെ നമ്മൾ വാങ്ങിക്കും, നമുക്ക് കെമിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ വീടുകളിലെ കിണറ്റിലിടുവാനായിട്ട്. എന്തിനാണ് കിണറ്റിലിടുന്നത് അറിയാമോ? കിണറ്റിൽ നമ്മൾ ആലം യൂസ് ചെയ്യും. എന്തിനാണ് യൂസ് ചെയ്യുന്നത് അറിയാമോ? ആലം പൊടിയും ആലമൊക്കെ നമ്മൾ ഈ പറഞ്ഞ ചാക്കിലും അതുപോലെ തന്നെ തോർത്തിലും ഒക്കെ കെട്ടി നമ്മൾ കിണറ്റിലാണ്ട് ഇറക്കും. എന്തിനാണെന്ന് വെച്ചാൽ വെള്ളം തെളിയുവാൻ കേട്ടോ. അതായത് വെള്ളത്തിലുള്ള എന്താണ് ഈ പറഞ്ഞ മലിനമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് വെള്ളം തെളിച്ചെടുക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു വസ്തുവാണ് ആലം എന്ന് പറയുന്ന സാധനം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ, മണ്ണെണ്ണ, സ്പിരിറ്റ്, ഡെൻസിറ്റി ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മിക്ക സാധനങ്ങളും നമുക്കറിയാലോ. ഇപ്പോൾ സോഡിയം എന്ന് പറയുന്ന സാധനം നമ്മൾ മണ്ണെണ്ണയ്ക്കകത്ത് ഇട്ട് വെക്കുന്നത്. കാരണം വെള്ളവുമായിട്ട് ഇട്ടാൽ അത് റിയാക്ട് ചെയ്ത് തീ കത്തും. അതുകൊണ്ട് ഇതൊക്കെ എവിടെ ഇട്ട് വെക്കും? മണ്ണെണ്ണയ്ക്കകത്തേക്ക് ഇട്ട് വെക്കും കേട്ടോ. അതിനാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ലാബിൽ കാണപ്പെടുന്നത് കേട്ടോ. അപ്പം സയൻസ് ലാബിൽ കാണപ്പെടേണ്ട പ്രധാനമായിട്ടുള്ള പൊതുവായിട്ടുള്ളവ, സൂചകങ്ങളായിട്ടുള്ളവ, ലോഹങ്ങളായിട്ടുള്ളവ, അതുപോലെ തന്നെ ലവണങ്ങളായിട്ടുള്ളവ, ആസിഡായിട്ടുള്ളവ, ആൽക്കലായിട്ടുള്ളവ കേട്ടോ. പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഇതൊരു ശാസ്ത്ര ലാബ്, കെമിസ്ട്രിയായിട്ട് ബേസ് ചെയ്താണ് കൂടുതലും നിൽക്കുന്നത് കേട്ടോ. ഫിസിക്സുമായിട്ട് ബേസ് ചെയ്ത് വേറെയുണ്ട്. ഏതാന്ന്? നമ്മുടെ സർക്യൂട്ട് കിറ്റുകൾ, ബാറ്ററി, അമ്മീറ്റർ, വോൾട്ടമീറ്റർ, ഗാൽവനോമീറ്റർ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വേറെയുണ്ട് കേട്ടോ. അതൊക്കെ ഫിസിക്സ് ലാബിലുള്ളതാണ്. ഇന്നത്തെ കൂടുതലായിട്ടും പറഞ്ഞത് കെമിസ്ട്രി ലാബായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഇനി ലാബ് ഉപയോഗം, പൊതുനിർദ്ദേശങ്ങൾ പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ഞാൻ പറഞ്ഞത് നമുക്ക് സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ തലത്തിലേക്ക് കയറുമ്പോൾ എന്താണ് നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനിയും ജസ്റ്റ് വായിച്ചു നോക്കണം, നമുക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ ഓരോ കാര്യങ്ങൾ എന്താണെന്ന്. നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതല്ലേ 10ാം ക്ലാസ്സിലൊക്കെ. ഇനി അടുത്ത് പഠിക്കേണ്ടവരാണ് മൊബൈൽ ശാസ്ത്ര ലാബ്. നമുക്കറിയാലോ, മൊബൈൽ മോർച്ചറി അല്ലെങ്കിൽ മൊബൈൽ ATM എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സഞ്ചരിക്കണം, അല്ലാതെ മൊബൈലിൽ കിട്ടുന്നതല്ല കേട്ടോ. മൊബൈൽ എന്ന് പറഞ്ഞാൽ മിനി അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ലാബിന് പറയുന്ന പേരാണ് എന്ത്? മൊബൈൽ ശാസ്ത്ര ലാബ് കേട്ടോ. ശാസ്ത്ര പഠനം പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി NCERT, അതായത് നമ്മുടെ നാഷണൽ കരിക്കുലം ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെൻ്ററാണ് നമ്മുടെ ഈ പറഞ്ഞ മൊബൈൽ ശാസ്ത്ര ലാബ് എന്ന് പറഞ്ഞ പദ്ധതി മുൻപോട്ട് വെച്ചതുണ്ടോ. ലബോറട്ടറി ഓൺ വേൾഡ്സ്. ഗ്രാമീണ ജനങ്ങളുടെ ശാസ്ത്രാവബോധം വർദ്ധിപ്പിക്കുക, ശാസ്ത്രത്തെ ജനപ്രിയമാക്കുക എന്നിവയായിരുന്നു ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. വേണമെങ്കിൽ ചോദിക്കാം, മൊബൈൽ ശാസ്ത്ര ലബോറട്ടറിയുടെ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഗ്രാമീണ ജനങ്ങളുടെ ശാസ്ത്രാവബോധം വർദ്ധിപ്പിക്കുക, ശാസ്ത്രത്തെ ജനപ്രിയമാക്കുക എന്നിവയായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അതോടൊപ്പം വിദൂര ഗ്രാമപ്രദേശങ്ങളിലെ ശാസ്ത്രാധ്യാപിക പരിശീലകർക്കും ഇത് ഉപയോഗിച്ചിരുന്നു. ഒരു വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇത്തരം ലാബുകളിൽ ശാസ്ത്ര കിറ്റ്, സ്ലൈഡുകൾ, ഫിലിം പ്രൊജക്റ്റുകൾ, വർക്കിംഗ് മോഡലുകൾ മുതലായവ ഉണ്ടായിരിക്കും. കേരളത്തിൽ ഇതിന് പ്രസക്തിയില്ല എന്ന് മാത്രമല്ല, നാം ഈ മേഖലയിൽ വളരെയേറെ പുരോഗതിയിൽ എത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ സ്കൂളിലൊക്കെ സയൻസ് ഫെസ്റ്റൊക്കെ വരുമ്പോൾ തിരുവനന്തപുരത്തുനിന്നും ഒക്കെയുള്ള ചില ശാസ്ത്ര വണ്ടികൾ നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ കിടക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്ര മേളകളൊക്കെ നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ പറഞ്ഞ ശാസ്ത്ര ലാബുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മിനി വാനിൻ്റെ അകത്തായിരിക്കും സെറ്റപ്പ് ചെയ്തിരിക്കുക. അതിൻ്റെ അകത്ത് കയറി നമുക്ക് ഓരോ കാര്യങ്ങൾ കാണുവാനും വീക്ഷിക്കുവാനും പരീക്ഷിക്കുവാനും ഒക്കെ പറ്റും കേട്ടോ. ഇപ്പം കോട്ടയം ഏറ്റുമാനൂർ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ കുറുമണ്ണ് അടുത്തായിട്ട് ഇപ്പോൾ ഒരു സയൻസ് സിറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അവിടെ വന്നാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. നേരത്തെ തിരുവനന്തപുരത്തൊക്കെ പോകണമായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ കാണണമെങ്കിൽ. ഇപ്പോൾ നമ്മുടെ കോട്ടയം മധ്യത്തിലായിട്ട് കോട്ടയത്ത് നമ്മുടെ കുറവലങ്ങാടപ്പുറം കുറുമണ്ണ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ കുട്ടികൾക്ക് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്ര ലാബ് സജ്ജമാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് അവിടെ നമുക്ക് ചെന്ന പരീക്ഷണങ്ങളൊക്കെ അവിടെ ലൈവായിട്ട് നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനിയും ലൈബ്രറി. എന്താണ് ലൈബ്രറിയുടെ പ്രാധാന്യം? നമുക്കറിയാമല്ലോ, നിത്യജീവിതത്തിൽ നമ്മൾ പുസ്തകങ്ങൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുക്കാനായിട്ടുണ്ട്. കൂടുതൽ അറിവ് ലഭിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് വായനാശീലങ്ങളൊക്കെ വളർത്തുവാനും അതുപോലെ തന്നെ നമുക്ക് അച്ചടിക്കാതായിട്ടുള്ള ലൈബ്രറി. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ലൈബ്രറി അല്ലെങ്കിൽ ഇലക്ട്രോണിക് ലൈബ്രറി നമുക്ക് ഫോണിലും നെറ്റിലുമൊക്കെ നമുക്ക് കിൻഡിൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഒക്കെ നമുക്കറിയാമല്ലോ, പരസ്യമൊക്കെ ഇടയ്ക്ക് വരുന്നത് അല്ലേ. എന്നിട്ട് നമുക്ക് ബുക്കുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വായിക്കുവാനായിട്ടൊക്കെ പറ്റും കേട്ടോ. അതിനാണ് ലൈബ്രറിയുടെ പ്രാധാന്യം കേട്ടോ.
അതിൻ്റെ അകത്ത് നമുക്ക് ലൈബ്രറികൾ നമുക്ക് വായനാശീലം വളർത്തുവാനും നമ്മുടെ അറിവ് വികസിപ്പിക്കുവാനും അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു നൽകുവാനും സഹായിക്കുന്ന ഒരു പഠന ഉപകരണമാണ് ലൈബ്രറി എന്ന് പറയുന്നത് കേട്ടോ. ഇനിയും ലൈബ്രറി നമുക്ക് ലൈബ്രറിയിൽ നമ്മൾ ചെന്നാൽ പൊതുവായിട്ട് കാണപ്പെടുന്ന എന്തൊക്കെയാണ്? വ്യത്യസ്തങ്ങളായിട്ടുള്ള പുസ്തകങ്ങളാണ്. അതായത് പാഠപുസ്തകങ്ങളും പൊതുവായിട്ടുള്ള പുസ്തകങ്ങളും റഫറൻസ് പുസ്തകങ്ങളും ആനുകാലികങ്ങളും കയ്യെഴുത്ത് മാസികകളും അതുപോലെ രേഖകളും അന്നത്തെ ദിവസത്തെ ന്യൂസ് പേപ്പറും ഇതൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ദൃഷ്ടിഗോചരമായ വിഭവങ്ങൾ, അതായത് ചിത്രങ്ങൾ, ഫോട്ടോകൾ, ചാർട്ടുകൾ, ഭൂപടങ്ങൾ, ഭൂപട വസ്തുക്കൾ, ഗ്ലോബുകൾ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ലൈബ്രറിക്കകത്ത് സജ്ജമായിരിക്കും. നമ്മൾ പഠനോപകരണങ്ങൾ എടുക്കാണ്ട് നമ്മൾ ലൈബ്രറിക്കകത്താണ് പോയി തപ്പുന്നത് അല്ലേ. പിന്നെ ശബ്ദസംബന്ധമായിട്ടുള്ള ആശയങ്ങൾ, നമ്മുടെ ശബ്ദ CD-കൾ, കാസറ്റുകൾ, പെൻഡ്രൈവുകൾ, ഹെഡ്ഫോണുകൾ, ഇതൊക്കെ വെച്ച് നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈബ്രറിയിൽ കാണും. പിന്നെ ദൃഷ്ടഗോചരമായ അല്ലെങ്കിൽ ഓഡിയോ വിഷ്വലായിട്ടുള്ള നമ്മുടെ പ്രൊജക്ടർ കാണും, അവിടെ ഇടണം. പിന്നെ വീഡിയോ CD-കൾ കാണും, ചലച്ചിത്രങ്ങൾ കാണും, സ്ലൈഡുകൾ കാണും. ഇതൊക്കെ നമുക്ക് മൈക്രോസ്കോപ്പൊക്കെ അതിൻ്റെ അകത്ത് കാണും കേട്ടോ. അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ LP UP തലങ്ങളിലാണെങ്കിൽ ഇതെല്ലാം ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ ഇവിടെ എന്ത് ചെയ്യണം? ക്ലാസ് മുറിയിൽ പ്രയോജനപ്പെടുത്തണം. ഇനി നോക്കിയേ, ചില വിദ്യാലയങ്ങളിൽ വിശാലമായ ലൈബ്രറിയോ മാധ്യമ കേന്ദ്രമോ ലഭ്യമല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ആശ്രയിക്കാവുന്നത് ക്ലാസ് ലൈബ്രറികളാണ്. പക്ഷേ ഇന്ന് പ്രൈമറി ക്ലാസ്സുകളിൽ സ്കൂൾ ലൈബ്രറിക്കൊക്കെ ക്ലാസ് ലൈബ്രറിക്കും വളരെയേറെ പ്രാധാന്യമുണ്ട് കേട്ടോ. നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിൽ നമ്മൾ ക്ലാസ് ലൈബ്രറി ഒരുക്കണം. അതുപോലെ തന്നെ പുസ്തകങ്ങൾ, മാസികകൾ, മറ്റു വിഭവങ്ങളൊക്കെ അവിടെ നമുക്ക് സജ്ജമാക്കിയിരിക്കണം കേട്ടോ. കുട്ടികളുടെ കയ്യെത്തും ദൂരത്തെന്ന സൗകര്യം ആവശ്യമനുസരിച്ച് ഒഴിവ് സമയങ്ങളിൽ ഉപയോഗിക്കാമെന്നത് ഗുണകരവുമാണ്. ഇൻ്റർവെല്ലൊക്കെ വിടുന്ന സമയത്ത് കുട്ടികൾ ഓടി നടക്കാതെ ഈ പറഞ്ഞ ലൈബ്രറികൾ ഉപയോഗപ്പെടുത്തി അവരുടെ അറിവും വിജ്ഞാനവും ഒക്കെ രൂപപ്പെടുത്തുന്ന രീതിയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് പറയുന്നു. ഇനിയാണ് ശാസ്ത്ര ലൈബ്രറി. നമുക്കറിയാലോ, ശാസ്ത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിലൊക്കെ ശാസ്ത്ര മൂലകളൊക്കെ വെക്കണമെന്ന് പറയും. അതായത് സയൻസ് പരമായിട്ടുള്ള ആശയങ്ങൾ കുട്ടികൾ കൈവരിക്കാറുണ്ട്. ശാസ്ത്രമൂലം അവിടെ നമുക്ക് ഈ ഡൈജസ്റ്റ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ, എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് മോഡലുകൾ, സ്റ്റിൽ മോഡലുകൾ, വർക്കിംഗ് മോഡലുകളൊക്കെ നമുക്കവിടെ പ്രദർശിപ്പിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ലൈബ്രറിയിൽ അതാണ് ശാസ്ത്ര ലൈബ്രറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ ഇൻ്റർനെറ്റിൻ്റെ യൂസേജ് കൊണ്ട് നമുക്ക് ഡിജിറ്റൽ ലൈബ്രറി ആണല്ലോ അവിടെ നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്താണ് സ്കൂൾ പച്ചക്കറിത്തോട്ടം. സ്കൂൾ പച്ചക്കറിത്തോട്ടം സ്കൂൾ വിഭവങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനെ ജൈവ പരീക്ഷണശാലയായി നിരീക്ഷിക്കുന്നതിനും ഇവിടെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. അതുപോലെ തന്നെ പരീക്ഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഇവിടുന്ന് ഒരു ചോദ്യം എന്നാളും ചോദിക്കുന്നത് കേട്ടോ. അതായത് സ്കൂൾ പച്ചക്കറിത്തോട്ടം എന്ന് പറഞ്ഞ ചോദ്യം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തോട്ട നിർമ്മാണം കുട്ടികളെ പ്രവർത്തനാധിഷ്ഠ വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുവാനും അറിവ് വർദ്ധിപ്പിക്കുവാനും പഠന പ്രക്രിയയിൽ ഏർപ്പെടുത്തുവാനും സഹായിക്കുന്നു. പച്ചക്കറിത്തോട്ടവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളായിട്ടുള്ള ശാസ്ത്രം, ഗണിതം, സാമൂഹ്യശാസ്ത്രം, പരിസ്ഥിതി എന്നിവയെ വ്യക്തി നൈപുണികളായിട്ടുള്ള പ്രശ്നപരിഹരണം, നേതൃത്വപാഠവം, സംഘപ്രവർത്തനം എന്നിവ ഉദ്ധരിപ്പിക്കുവാൻ സഹായിക്കുന്നു. അതായത് കണ്ടോ, ഒരു പച്ചക്കറിത്തോട്ടം നമ്മൾ സ്കൂളിൽ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? അവർക്ക് ഈ പറഞ്ഞ ശേഷികളെല്ലാം, പ്രക്രിയശേഷികളെല്ലാം കുട്ടികൾക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും. അതായത് സ്കൂളിൽ സ്ഥലമുണ്ടല്ലോ മിക്ക സ്കൂളിൽ. അപ്പോൾ ഓരോ ക്ലാസ്സിനും ഇന്ന സ്ഥലത്ത് പച്ചക്കറിത്തോട്ടം ഒരുക്കുക എന്ന് പറഞ്ഞാൽ അവർ തമ്മിലൊരു മത്സര ബുദ്ധിയോട് കൂടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും മണ്ണിനെയും പ്രകൃതിയെയും ഒക്കെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനും അവർക്ക് പറ്റും കേട്ടോ. ഇനിയും വിവിധ ക്ലാസ്സുകളിൽ ശാസ്ത്ര വിഷയം ബന്ധപ്പെട്ട വ്യത്യസ്ത ആശയങ്ങൾ നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും സ്കൂൾ പച്ചക്കറിത്തോട്ടം സഹായിക്കുന്നു. അതോടൊപ്പം വിഷരഹിതമായ ജൈവ പച്ചക്കറിയും ഇത്തരത്തിലൂടെ കിട്ടുന്നു. നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിലും ഈ മത്തങ്ങ, പയർ, വെണ്ടയൊക്കെ നമ്മുടെ സ്കൂളുകളിൽ നമുക്കൊരു കാലയളവിൽ കിട്ടും. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പാർ ഉണ്ടാക്കാനെങ്കിലും നമുക്കുള്ള സെറ്റപ്പ് നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ തയ്യാറാക്കി കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വിത്ത് മുളയ്ക്കുന്നത് മുതൽ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടോ. വിത്ത് മുളയ്ക്കുന്നത് മുതൽ സസ്യങ്ങളുടെ വിവിധ വളർച്ചാഘട്ടങ്ങൾ, പൂക്കൾ ഘടന, വേര് ഘടന, ഇലകളുടെ പ്രത്യേകത, സസ്യങ്ങളുമായി ബന്ധപ്പെട്ട വ്യത്യസ്തതരമായ പ്രാണികൾ, അതായത് ശലഭങ്ങൾ, വണ്ട്, മണ്ണിര, തുമ്പി എന്നിവയൊക്കെ തുടങ്ങിയ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നേരവിലൂടെ മനസ്സിലാക്കാനും സ്കൂൾ പച്ചക്കറിത്തോട്ടം നമ്മളെ സഹായിക്കുന്നു. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ആരാ? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മിക്കപ്പോഴും കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ആരാ? കർഷകൻ്റെ മണ്ണിര കേട്ടോ. എർത്തുവമാണ് കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കർഷകൻ്റെ മിത്രമായിട്ടുള്ള ഉഭയജീവി ആരാന്നറിയോ? ഉഭയജീവി, അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആരാന്നറിയോ? കർഷകൻ്റെ മിത്രമായിട്ടുള്ള ഉഭയജീവി, അതായത് പാമ്പ്. പാമ്പ് ഏതെന്നറിയോ?
പരീക്ഷയ്ക്ക് ചോദിച്ചതാ. ചേര കണ്ടില്ലേ, മഞ്ഞാറുള്ളൊരു സാധനം, അത് കർഷകൻ്റെ മിത്രം കേട്ടോ. അതായത് അവിടെ വരുന്ന എലികളെയും അതുപോലെ തന്നെയുള്ള ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഈ സാധനം പിടിച്ചു തിന്നും കേട്ടോ. വേറെ ഉപദ്രവമൊന്നുമില്ല, മനുഷ്യനെ കടിക്കത്ത വിഷമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ ഇതിനെയെല്ലാം പിടിച്ചു തിന്നും ചേര കേട്ടോ. അതൊരു പാമ്പാണ്, അതിനെ ഉപജീവി എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇനിയും 5, 6, 7 ക്ലാസ്സിലെ പാഠപുസ്തകം തപ്പി നമുക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. പച്ചക്കറിത്തോട്ടം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പൂന്തോട്ടം. സ്കൂളുകളിൽ കുട്ടികൾക്കൊരു പൂന്തോട്ടം, കുട്ടികൾക്ക് സസ്യങ്ങൾ, ചെറു പ്രാണികൾ, പ്രകൃതി എന്നിവയുമായി നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെടാനുള്ള അവസരം ഒരുക്കുന്നതിനോടൊപ്പം പ്രകൃതിയുമായിട്ടുള്ള ബന്ധം പുതുക്കുവാനും ദൃഢപ്പെടുത്തുവാനും ഇത് സഹായിക്കുന്നു. സ്കൂളിലൊക്കെ നമ്മൾ ഇനി ഓണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ നോക്കണം കേട്ടോ. ഇനി നല്ല കാലാവസ്ഥയൊക്കെ അല്ലേ, കുട്ടികൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം, വെള്ളം ഒഴിക്കാനും അതുപോലെ തന്നെ ചെറുതായിട്ട് സെറ്റപ്പ് ചെയ്യാനും പുല്ല് പറിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ കുട്ടികൾ പഠിക്കട്ടെ. ഇതിലൊക്കെ ഇറങ്ങി കുട്ടികൾ അറിയണ്ടേ, അല്ലാതെ ഫോണിൽ തോണ്ടി തള്ളവിരലിൽ മാത്രം മസിൽ വെച്ചോണ്ടോ തള്ളവിരൽ മാത്രം തഴപ്പിച്ചുകൊണ്ടോ കാര്യമില്ലല്ലോ. ദേഹമൊക്കെ നനങ്ങി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കണം കേട്ടോ. പിന്നെ ശാസ്ത്ര മ്യൂസിയം അതുപോലെ തന്നെ സയൻസ് സെൻറ്റർ. നോക്കിയേ, ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെ പരസ്പര വ്യവഹാരം നടത്തുന്ന നിരവധി പ്രവർത്തന വസ്തുക്കൾ വിന്യസിച്ചിരിക്കുന്ന ഇടമാണ് ശാസ്ത്ര മ്യൂസിയം. ഇത്തരത്തിലുള്ള പാരസ്പര്യ ബന്ധം സന്ദർശകരെ പരീക്ഷണങ്ങൾ ചെയ്യുവാനും പര്യവേഷണം നടത്തുവാനും ഉത്തേജിപ്പിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞില്ല, നമ്മുടെ കോട്ടയത്ത് വന്ന ശാസ്ത്ര മ്യൂസിയം, അതുപോലെ സയൻസ് സിറ്റി, അവിടെയൊക്കെയുള്ള നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കവിടെ ചെയ്ത് നോക്കുവാനായിട്ട് പറ്റും കേട്ടോ. അത് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇനിയും ഇവ സ്കൂൾ ശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രോത്സാഹജനകമായ പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് സഹായിക്കുന്നു. സയൻസ് സെൻറ്റർ സന്ദർശിക്കുക എന്നത് കുട്ടികളെ സംബന്ധിച്ചോളം വളരെയേറെ പ്രചോദനമുള്ളതും ആവേശമുള്ളതും. അതായത് ഫീൽഡ് ട്രിപ്പൊക്കെ പോകാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ സയൻസ് സിറ്റിയിലൊക്കെ കേട്ടോ. തിരുവനന്തപുരം മേഖലയിലാണ് ഇഷ്ടം പോലെ ഉണ്ട്, പ്ലാനറ്റേറിയവും സയൻസ് സിറ്റിയൊക്കെ അവിടെയുണ്ട്. അവിടെ ഉള്ളവർക്കൊക്കെ അത് വളരെ പ്രയോജനപ്രദമാണ് കേട്ടോ. നമുക്ക് നേരെ റിവ്യൂയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ദേശീയ ശാസ്ത്ര മ്യൂസിയം കൗൺസിലിൻ്റെ കീഴിൽ 29 ശാസ്ത്ര മ്യൂസിയം സയൻസ് സെൻ്ററുകൾ രാജ്യത്താകമാനം പ്രവർത്തിക്കുന്നു. ദേശീയ തലത്തിൽ 4 സയൻസ് മ്യൂസിയങ്ങളാണ് ഉള്ളത്. അതിനകത്തുള്ളതാണ് നാഷണൽ സയൻസ് സെൻറ്റർ ഡൽഹി, ബിർള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം കൊൽക്കത്ത, നെഹ്റു സയൻസ് സെൻറ്റർ മുംബൈ, വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം ബാംഗ്ലൂരു കേട്ടോ. ഞാൻ വിശ്വേശ്വരയ്യ പോയിട്ടുണ്ട്, ബാക്കിയുള്ളിടത്ത് പോകാൻ അവസരം കിട്ടിയിട്ടില്ല. ഇത് സമയം കിട്ടുവാണെങ്കിൽ ഇതൊക്കെ സന്ദർശിക്കുന്നതല്ല കേട്ടോ. ശാസ്ത്രമായിട്ടുള്ള ആഭിമുഖ്യം മനസ്സിലാക്കാനായിട്ട് വളരെ നല്ല കേട്ടോ. പിന്നെ ഇതിൽ നെഹ്റു സയൻസ് സെൻറ്റർ പശ്ചിമ ഭാരതത്തിലെ ജനങ്ങളുടെ ആവശ്യത്തിന് പ്രവർത്തിക്കുന്ന 5 സയൻസ് സെൻറ്ററുകളുടെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. ഭോപ്പാൽ മധ്യപ്രദേശിൽ, ധരംപൂർ ഗുജറാത്തിൽ, നാഗ്പൂർ മഹാരാഷ്ട്രയിൽ, പനാജി ഗോവയിൽ, കോഴിക്കോട് കേരളത്തിൽ കേട്ടോ. കോഴിക്കോടുണ്ട് കേട്ടോ. നമ്മുടെ നെഹ്റു സയൻസ് സെൻറ്റർ പശ്ചിമ ഭാരതത്തിൻ്റെ ജനങ്ങളുടെ ആവശ്യത്തിനായി പ്രവർത്തിക്കുന്ന 5 സയൻസ് സെൻറ്ററുകളുടെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ് ഭോപ്പാൽ, ധരംപൂർ, നാഗ്പൂർ, പനാജി ആൻഡ് കോഴിക്കോട് കേട്ടോ. കേരളത്തിലെ ആദ്യ സാക്ഷരതാ നഗരം ഏതാണെന്നറിയോ? കോഴിക്കോട് കണ്ടപ്പോൾ ഓർത്ത കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ട് ഓർത്തതാണ്. ഒരു GK ക്വസ്റ്റിനാണ്. ആദ്യ സാക്ഷരതാ നഗരം ഏതെന്നറിയോ? കേരളത്തിലെ കോഴിക്കോടാണ് കേട്ടോ. അത് ഒരു വർഷം മുമ്പായിരുന്നു അത് അറിയിച്ചത് കേട്ടോ. കഴിഞ്ഞ വർഷം അറിയിച്ചതാണ്. അത് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. GK പാർട്ടിയിൽ നിന്നാണ് സാക്ഷരത നേടിയ ഇതാണ് കോഴിക്കോട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൂടാതെ സംസ്ഥാന സർക്കാരുടെ കീഴിലും സയൻസ് സെൻ്ററുകൾ പ്രവർത്തിച്ചു പോയിരുന്നു കേട്ടോ. നമുക്ക് സയൻസ് സെൻ്ററുകളൊക്കെ സ്കൂളുകളൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്നത് വളരെ പ്രയോജനകരമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെയുള്ള പറഞ്ഞാൽ ശാസ്ത്ര പാർക്കുകൾ. നമുക്കറിയാലോ, ശാസ്ത്ര ഗവേഷണങ്ങളുടെ കേന്ദ്രമാണ് ശാസ്ത്ര പാർക്കുകൾ. സാധാരണയായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ കോളേജുകളുമായും സർവകലാശാലകളുമായി ബന്ധപ്പെട്ടാണ് ശാസ്ത്ര പാർക്കുകൾ നിലവിലുള്ളത്. സയൻസ് സെൻ്ററുകളിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്ത്ര പാർക്കുകൾ ലക്ഷ്യമിടുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ഭാവിയിലെ വികസനവും വളർച്ചയാണ് കേട്ടോ. ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം. എന്താണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ഭാവിയിലെ വികസനവും വളർച്ചയും. ഇത്തരം ശാസ്ത്ര പാർക്കുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ധാരാളം വിഭവങ്ങളും സൗകര്യങ്ങളും ഒരു കേന്ദ്രത്തിൽ തന്നെ ഒഴുക്കുന്നത് വഴിയും ഇവിടെ പങ്കുവെക്കലുടെയും പ്രവർത്തനങ്ങൾ ചെലവ് കുറയ്ക്കുന്നതിനും തയ്യാറാക്കുന്നു. ഇൻഫോ പാർക്ക് ഇതൊക്കെ അതിന് എക്സാമ്പിൾ കേട്ടോ. കൊച്ചിയിലും തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്കൊക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി എന്താണ് അക്വേറിയം? നമുക്കറിയാലോ, ജലജീവികളായിട്ടുള്ള ജന്തുക്കളെയും സസ്യങ്ങളെയും സൂക്ഷിച്ചിരിക്കുന്ന ഒരു വശമെങ്കിലും സുതാര്യമായിട്ടുള്ള പാത്രമാണെന്ന് പറയുന്നത് അക്വേറിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കണം. എന്താണ് അക്വേറിയം? നമുക്കറിയാലോ, ജലജീവികളായിട്ടുള്ള ജന്തുക്കളെയും സസ്യങ്ങളെയും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന, നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ സൂക്ഷിക്കുന്ന പേരാണ് അക്വേറിയം കണ്ടോ. വലിപ്പത്തിനനുസരിച്ച് വ്യത്യസ്ത ഇനം സസ്യങ്ങളെയും ജന്തുക്കളെയും സൂക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് വിദ്യാലയത്തിൽ ഇത്തരത്തിലുള്ള അക്വേറിയം ഒഴിക്കിയാൽ അത് കുട്ടികളെ ഉത്തേജിപ്പിക്കുന്നതിനോടൊപ്പം ആവേശഭരിതരാക്കുകയും
കൗതുകമുണർത്തുകയും ചെയ്യും. കുട്ടികൾക്ക് വിനോദത്തോടൊപ്പം പഠനവും സാധ്യമാവും. കുട്ടികൾക്ക് അവരുടെ അറിവ് വീട്ടിലേക്കും സുഹൃത്തിലേക്കും ഇടയിലേക്കും പങ്കുവെക്കുന്നതോടെ പരസ്പര സ്നേഹവും ബന്ധവും വർദ്ധിക്കുന്നു. അത്രയൊന്നും ഇല്ലെങ്കിലും കുട്ടികൾക്ക് കുറേ നേരം അത് നോക്കിയിരുന്നുള്ളൂ, ശരിയല്ലേ? കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു അക്വേറിയൊക്കെ ഉണ്ടെങ്കിൽ മീനുകളുടെ ചലനവും അവ തമ്മിലുള്ള ഫൈറ്റും കുഞ്ഞുങ്ങളെ അവരിട്ട് ഓടിക്കുന്നതും അവർ തീറ്റ എടുക്കുന്നതും അവർ കിടന്ന് അതിലേക്ക് കിടന്ന് കളിക്കുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് അവർ നോക്കിയിരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു ഇതാണ് നമ്മുടെ സ്കൂളിൽ ഒരു അക്വേറിയം ഉള്ളത് കേട്ടോ. അക്വേറിയം എല്ലാ പ്രായത്തിലുള്ളവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ശാസ്ത്രങ്ങൾ സ്വായത്തമാക്കാനും ജീവിതാനുഭവങ്ങൾ നൽകാനും കൗതുകമുണർത്തുവാനും സഹായിക്കുന്നു. മത്സ്യത്തിൻ്റെ ശരീരഘടന 4ാം ക്ലാസ്സിലൊക്കെ ഉള്ളതാണ്. സഞ്ചാരം, ശ്വസനം, ഭക്ഷ്യശൃംഖല, ജലചക്രം, നൈട്രജൻ ചക്രം, വിവിധയിനം സ്പീഷ്യസ്, ജലജീവികൾ തുടങ്ങി വിവിധ ശാസ്ത്രാശയങ്ങൾക്ക് വിനിമയം ചെയ്യാനായിട്ട് നമ്മുടെ ആരെ കൊണ്ട് പറ്റും? നമ്മുടെ അക്വേറിയത്തെ കൊണ്ട് പറ്റും കേട്ടോ. ഇനിയും ജലത്തിലെ ഊഷ്മാവ്, അമ്ലത, അമോണിയ, നൈട്രേറ്റ് എന്നിവ അളക്കാനും ഇവ സഹായിക്കുന്നു. അക്വേറിയം സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അക്വേറിയം ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഉദാഹരണം ഒരു മത്സ്യം ചത്തുപോയി കിടക്കുന്നു, ഒരു ചർച്ചയ്ക്കുള്ള സന്ദർഭം ഒരുക്കുന്നതിനോടൊപ്പം കാര്യകാരണങ്ങൾ കണ്ടെത്താനും അത് പ്രതിരോധിക്കാനും നിലവിലുള്ള അവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ രാവിലെ നോക്കിയപ്പോൾ നിങ്ങളുടെ അക്വേറിയത്തിൽ ഒരു മീൻ ചത്തു, അല്ലെ സ്കൂളിൽ ഒരു മീൻ മരിച്ചു. അത് എന്തുകൊണ്ട് മരിച്ചു എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു തിയറി നമ്മൾ കുട്ടികൾക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ മീനുകൾ തമ്മിലുള്ള അടിപിടിയായിരിക്കും കാരണം. ചിലപ്പോൾ ആ ജലത്തിൻ്റെ pH കുറഞ്ഞതോ pH കൂടിയതോ അല്ലെങ്കിൽ അതിൻ്റെ വല്ല ഫംഗസോ, നിങ്ങൾക്കറിയാലോ ഈ നമ്മുടെ ജലത്തിലൊരു നീല നിറത്തിലുള്ള വീട്ടിൽ അക്വേറിയം ആരെങ്കിലും ഉണ്ടോ? അക്വേറിയം വീട്ടിലുള്ളത് ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ആരുടെയും വീട്ടിലില്ല. ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ പൊതുസ്ഥലത്താണെങ്കിലും പോകുമ്പോൾ കാണാൻ പറ്റും. ചില സമയങ്ങളിൽ അതിൻ്റെ അകത്ത് ഫംഗസ് വരും. ഫംഗസ് എന്ന് പറഞ്ഞാൽ ഈ മീനുകളുടെ ശരീരത്തിലൊരു വെള്ള നമ്മുടെ പൗഡർ ഇട്ട പോലെ ഫംഗസുകൾ പറ്റി പിടിച്ചിരിക്കും. ഈ ഫംഗസുകൾ വന്നാൽ മീനുകൾ തീറ്റയെടുക്കാൻ മടിക്കുകയും മീനുകൾ ചത്തുപോകാനും കാരണമാവും. അതിന് നമ്മളൊരു ഫംഗസിനെ കൊല്ലാണ്ട് ഒരു നീല സൊല്യൂഷൻ, നമ്മുടെ ഉജാല പോലെ നിറമുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടും. ഉജാലയല്ലേ കേട്ടോ. ആ നീല സൊല്യൂഷൻ നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചാൽ ആ ഫംഗസുകൾക്ക് നീക്കം ചെയ്യാനായിട്ട് കാരണമാവും കേട്ടോ. അത് പിന്നെ നമ്മുടെ വെള്ളം മാറ്റുക, മാസത്തിലും 2 മാസം കൂടുമ്പോഴൊക്കെ വെള്ളം മാറ്റുന്നതൊക്കെ ഇതിന് പ്രയോജനമായിരിക്കും. അതുപോലെ തന്നെ പ്രസവിക്കാറായ മീനുകളെ മാറ്റിയിടുന്നതൊക്കെ ഗുണപ്രദമായിരിക്കും. അല്ലെങ്കിൽ അവയെ മറ്റുള്ള മീനുകളെ അറ്റാക്ക് ചെയ്യുവാനും പ്രസവിച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ പിടിച്ച് തിന്നുവാനും ഒക്കെയുള്ള സാധ്യതകളുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഗപ്പിയും അതുപോലെ തന്നെയുള്ള ഇതുങ്ങളൊക്കെ പ്രസവിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ എന്ത് ചെയ്യും? മാറ്റിയിടാൻ നോക്കും. കാരണം ആ കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കേട്ടോ. ഇനി വിദ്യാർത്ഥികൾക്ക് നേരെ അനുഭവം നൽകുന്നതിലൂടെ പഠിക്കാനുള്ള മികച്ച അവസരം ആര് നൽകുന്നുണ്ട്? നമ്മുടെ അക്വേറിയം നൽകുന്നുണ്ട്. അക്വേറിയം പാലിക്കുന്നതിലൂടെ അവർ നേടുന്ന പ്രക്രിയാശേഷികളുണ്ട്. ഉത്തരവാദിത്വ ബോധം, നേടിയെടുക്കാനുള്ള അഭിനിവേശം, പഠിക്കാനുള്ള താല്പര്യം എന്നിവയും വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ അക്വേറിയത്തിൻ്റെ സാധ്യതകൾ അനന്തമായിട്ട് കിടക്കുകയാണ്. അടുത്താണ് ഹെർബേരിയം. പരീക്ഷയ്ക്ക് മിക്കപ്പോഴും ചോദിക്കുന്ന പറഞ്ഞുണ്ടോ, സസ്യഭാഗങ്ങൾ ശേഖരിച്ച് സംരക്ഷിച്ച് സൂക്ഷിക്കുന്ന ഇടയമാണ് ഹെർബേരിയം. ഉണ്ടോ? ഹെർബേരിയം എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യഭാഗങ്ങൾ, അതായത് ചിലപ്പോൾ കായാകാം, ഇലയാകാം, തണ്ടാകാം, വേരാകാം, ഇതൊക്കെ സംരക്ഷിച്ച് സൂക്ഷിക്കുന്ന ഇടത്തിന് പറഞ്ഞ പേരാണ് ഹെർബേരിയം കേട്ടോ. പരീക്ഷയ്ക്ക് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരെണ്ണമാണ്. ഇനിയും ഇത്തരം മാതൃകൾ മുഴുവനായ സസ്യങ്ങളോ സസ്യഭാഗങ്ങളോ ആകാം. സാധാരണയായി ഉണക്കിയ സസ്യഭാഗങ്ങൾ ഏതെങ്കിലും ഷീറ്റിൽ ഉറപ്പിച്ചോ ആൽക്കഹോളിലോ മറ്റോ ലായനിയിലോ കേടുകൂടാതെ സൂക്ഷിച്ചുമായിരിക്കുക സംരക്ഷിച്ചിരിക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ നമ്മുടെ പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ കണ്ടുപിടിക്കുവാനും അതുപോലെ തന്നെ സസ്യങ്ങളെ അടുത്തറിയുവാനും സസ്യങ്ങളിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ തിരിച്ചറിയാനായിട്ടൊക്കെ ഈ പറഞ്ഞ ഹെർബേരിയം നമ്മളെ സഹായിക്കും. അടുത്താണ് ജൈവ വൈവിധ്യ ഉദ്യാനം. എന്താണ്? ജീവവർഗ്ഗങ്ങൾക്കിടയിലും ജീവിവർഗ്ഗങ്ങൾ തമ്മിലും വ്യത്യസ്ത ആവാസ വ്യവസ്ഥകൾക്കിടയിലെ വൈവിധ്യങ്ങൾ ദൃശ്യമാണ്. ഇത്തരം ജീവികൾക്കിടയിലുള്ള വ്യത്യസ്തങ്ങളും പരിസ്ഥിതിയുമായ സങ്കീർണതകളും കൂടിച്ചേർന്നാണ് ജൈവ വൈവിധ്യം. ആഹാരം, കൃഷി, ഔഷധം, വ്യവസായം മുതലായവയ്ക്ക് വേണ്ടി മനുഷ്യൻ നേരിട്ട് ജൈവ വൈവിധ്യത്തെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ അമിത ചൂഷണം ദൃശ്യമാണ്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനത്തിന് വേണ്ടിയും പുനരവലോകനത്തിന് വേണ്ടിയും നിരീക്ഷണത്തിന് വേണ്ടിയും നയരൂപീകരണത്തിന് വേണ്ടിയും നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് ജൈവ വൈവിധ്യ സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പഠിക്കണം കണ്ടോ. ജൈവ വൈവിധ്യ സംരക്ഷണം ആദ്യമായി ഉരുത്തിരിഞ്ഞത് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി 1992 റിയോ ഡി ജനീറോ ഭൗമ്യ ഉച്ചകോടിയിലാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചത് കേട്ടോ. റിയോ ഡി ജനീറോ ഭൗമ്യ ഉച്ചകോടിയിൽ വെച്ചാണ് ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന് പറഞ്ഞ ആശയം ആദ്യമായിട്ട് ഉരുത്തിരിയുന്നത്. അതുപോലെ തന്നെ
ആഗോളതലത്തിൽ ജൈവവൈവിധ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ജൈവവൈവിധ്യോദ്യാനത്തിന് വിദ്യാഭ്യാസ മേഖലയുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. കുട്ടികളുടെ പഠനത്തിന് ഇത്തരം വിഭവങ്ങൾ വളരെ അഭികാമ്യമാണ്. അതായത് പച്ചക്കറിത്തോട്ടം, പൂന്തോട്ടമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി അടുത്താണ് ശാസ്ത്ര കിറ്റുകൾ. ഇവിടുന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ശാസ്ത്ര കിറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ശാസ്ത്ര കിറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണും, അല്ലെങ്കിൽ ശാസ്ത്ര കിറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണില്ല, അതാണ് ഈ പറഞ്ഞ ശാസ്ത്ര കിറ്റിനകത്ത് ഉള്ളത് കേട്ടോ. ഓക്കെ, ശാസ്ത്ര കിറ്റിൽ വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ. ടെക്സ്റ്റ് ട്യൂബിന് പകരം ഇഞ്ചക്ഷൻ ബോട്ടിൽ എന്നിവ ഉപയോഗിക്കാം. പിന്നെ ടെക്സ്റ്റ് ട്യൂബ് ഹോൾഡർ, ടെക്സ്റ്റ് ട്യൂബ് കോർക്ക്, ഗ്ലാസ് ട്യൂബ്, ജെറ്റ് ട്യൂബ്, ബീക്കർ, ഫണൽ, ബാറ്ററി, ഇരുമ്പാണി, കത്രിക, സ്ട്രോ, നൂൽ, മെഴുകുതിരി, ചണനൂല്, മെസൺ പൈപ്പ്, ഗോലുകൾ, അലൂമിനിയം കമ്പി, PVC പൈപ്പ്, ഐസ്ക്രീം ബോള്, പിന്നെ സ്കെച്ച് പെന്ന്, വയറ്, ടോർച്ച് ബൾബ്, സ്കെയില്, ബലൂണ്, തീപ്പെട്ടി, സ്കെയില്, സ്റ്റീൽ ബോള്, ജാം ഡപ്പി, ചെരുപ്പ് കഷ്ണം, കണ്ണാടി, വെള്ളക്കടലാസ്, പഞ്ഞി, ബ്രഷ്, ബ്ലേഡ്, മുട്ടുസൂചി, വലുത് ചെറുത്, സെലോ ടേപ്പ്, പശ, സൈക്കിൾ ട്യൂബ്, കടലാസ് പെൻസിൽ, പേപ്പർ ക്ലിപ്പുകൾ, ഡ്രോയിങ് പിന്ന്, ചെമ്പ് തകട്, സിങ്ക് തകട്, പമ്പഴം, പൗഡർ ടിന്നുകൾ, ഇരുമ്പ് പൊടി, കാന്തം, ഹുക്കുകൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തിനകത്ത് കാണണം, ഈ പറഞ്ഞ സയൻസ് കിറ്റിൽ കാണണം കേട്ടോ. ഇന്നാൾ ഇതിനകത്ത് വന്നത് സയൻസ് കിറ്റിൽ പെടാത്തത് ഏത് എന്ന് പറഞ്ഞ ചോദ്യം ഉണ്ടായിരുന്നു. സോ നോക്കണം, അതിൽ പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം കാണും കേട്ടോ. അന്ന് അതിൻ്റെ അകത്ത് ഇല്ലായിരുന്നത് അത് കേസുമായത് കേട്ടോ. കത്രികയായിരുന്നു അവരില്ലെന്ന് പറയുന്നത്. പക്ഷേ കത്രിക ഒബ്വിയസ്ലി നമ്മുടെ സയൻസ് കിറ്റ് വേണ്ടതാണ്. അതുകൊണ്ട് അത് കേസായി, വഴക്കായി, ഭയങ്കര വെള്ളമായി. ആ മാർക്ക് എല്ലാവർക്കും പിന്നെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. 2 വർഷം മുമ്പുള്ള പരീക്ഷയുടെ കാര്യമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞുള്ള പരീക്ഷ പേപ്പറിൽ സയൻസ് കിറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ, താഴെ പറയുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണും, അല്ലെങ്കിൽ താഴെ പറയുന്നതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സയൻസ് കിറ്റിൽ ഇല്ലാത്തത് എന്ന് പറഞ്ഞുള്ള ചോദ്യവും ഉണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും അവസാനമായിട്ടുള്ളതാണ് ഡിജിറ്റൽ സാമഗ്രികൾ. നമുക്കറിയാലോ ICTയുടെ ഉപയോഗം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫെറ്റ് ഒക്കെയുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെങ്കിൽ ഈ പറഞ്ഞ ICTയുടെ ഉപയോഗം നമ്മൾ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ വരുമ്പോൾ കുട്ടികൾക്ക് നേരെ അനുഭവം സ്റ്റിമുലേഷൻസ് വഴി കൊടുക്കുവാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ ICT കൊണ്ട് നമുക്ക് സാധിക്കും കേട്ടോ. അതിന് നമുക്ക് സഹായിക്കുന്ന കുറേ വിഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. വെബ് ഗ്രഫി, ഓൺലൈൻ ജേർണലുകളും ഈ പുസ്തകങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും. പിന്നെ വിർച്വൽ നിഘണ്ടു, വിക്കിപീഡിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ അതത്ര ഇപ്പോൾ ഇല്ലല്ലേ. പിന്നെ ഓൺലൈൻ ഡേറ്റാബേസുകൾ, ഇറക്കിയൊക്കെ ഓൺലൈൻ ഡേറ്റാബേസുകളാണ്. വെബ് 2.0 ഉപകരണങ്ങൾ, സോഷ്യൽ ബുക്ക് മാർക്ക്, യൂട്യൂബ്, സ്ലൈഡ് ഷെയർ ഒക്കെ PPT ഒക്കെ ഇല്ലാതെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വിർച്വൽ സെർച്ച് എഞ്ചിനുകൾ, തിങ്ക് മാപ്പും ട്വൈനും അല്ലെങ്കിൽ ഓതർ മാപ്പറൊക്കെ ഇതിന് ഉദാഹരണം കേട്ടോ. അതായത് സയൻസ് ലാബുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് നമുക്ക് കുട്ടികളെ കാണിക്കാവുന്നതാണ്. പിന്നെ സഹകരണാത്മക വിഭവങ്ങൾ നമുക്ക് ഇവിടെ ഉപഭോക്താവിന് പ്രൊഫഷണൽ നെറ്റ്വർക്കിൽ പങ്കാളിയായിക്കൊണ്ട് വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള അവസരം നൽകുക. അതായത് നമുക്കിപ്പം ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു റിസർച്ച് പബ്ലിഷ് ചെയ്യുകയോ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ഡിനോട്ട് ചെയ്യുകയോ ഇടുകയോ ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് നമ്മുടെ സഹകരണാത്മക വിഭവങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പഠനത്തിനായുള്ള വിഭവങ്ങൾ, ലേണിംഗ് റിസോഴ്സ് എന്തൊക്കെയാണ് നമുക്കറിയാലോ. നമ്മുടെ വിദ്യാഭ്യാസമായിട്ടുള്ള കലവറകൾ, നമ്മുടെ ഓരോ ടൂളുകൾ നമ്മളിപ്പം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കോവിഡ് സമയത്താണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ മീറ്റും സൂമും ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയത് അല്ലേ. ഇതിനു മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് ടൂള് ഉണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല, ശരിയല്ലേ. പക്ഷേ ഓരോ കാലത്തിന് മാറുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഇൻട്രാക്റ്റീവായിട്ട് കുട്ടികളോട് എങ്ങനെ സംബന്ധിക്കാം, അല്ലെങ്കിൽ എങ്ങനെ അവരുമായിട്ട് കൂടുതലായിട്ട് അടുക്കാം, അവരെ എങ്ങനെ കാര്യങ്ങൾ കൂടുതലായിട്ട് വിർച്വലായിട്ട് മനസ്സിലാക്കാം എന്നൊക്കെ നമ്മളെ ക്ലാസ് മുറിയെ അല്ലേ നമ്മുടെ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ക്ലാസ് മുറിയാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഈ പറഞ്ഞ ഇതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നതാണ്. പിന്നീടായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഇന്നും നിലവിലുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ചോദ്യാവലികളും ഈ പുസ്തകങ്ങളും പോസ്റ്റ് കാർഡിലും ഓപ്പൺ ക്വസ്റ്റ്യനെയറും OWC കണ്ടോ, ഇതൊക്കെ നമ്മൾ ക്ലാസ് മുറിയിൽ തയ്യാറാക്കുന്നത്. പിന്നെ കുറേ വെബ്സൈറ്റുകളാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാം. ഇതിലൊക്കെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമുക്കിവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ ക്ലാസ് മുറിയിലുള്ള ഡീറ്റെയിൽ വിഭവങ്ങളുടെയും അതുപോലെ തന്നെ ക്ലാസ് മുറിയിൽ പഠനവർക്കുള്ള പ്രാധാന്യങ്ങളും പറയുന്നത്. ഈ ഒരു പാർട്ടിയിൽ നിന്ന് ഉറപ്പാണ് ഒരു ചോദ്യം നിങ്ങളോട് ഷുവറായിട്ട് ചോദിച്ചിരിക്കും കേട്ടോ. 100% ഗ്യാരണ്ടിയാണ്. കാരണം നമുക്കറിയാലോ ഇതിനകത്ത് ആദ്യം തന്നെ കണ്ടില്ല, അതായത് പ്രവർത്തനാധിഷ്ഠിതമായിട്ട് പഠിക്കുക എന്നത് നമ്മുടെ ക്ലാസ് മുറിയിൽ അല്ലെങ്കിൽ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കുവാനും കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ശാസ്ത്ര വിഷയത്തോട് ആഭിമുഖ്യം വളർത്തുവാനും ഒരു ശാസ്ത്രീയ മനോഭാവം കുട്ടികൾ വളർത്തുവാനും സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ടിയിൽ നിന്ന് ടീച്ചർമാരായി നമുക്ക് ഇതൊക്കെ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിനെപ്പറ്റിയുള്ള അവെയർനെസ് പൊതുവായിട്ടൊരു ധാരണയെങ്കിലും ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയുവാനായിട്ട് ഈ പറയുന്ന ഡീറ്റെയിൽ വിഭവങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ.
അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ടീച്ചർമാരിലാണ് ക്രിയേറ്റീവ്, നമുക്കറിയാലോ ഈ ടീമൊക്കെ നമ്മൾ ഉണ്ടാക്കും അല്ലേ. അതിൻ്റെ അകത്ത് നമ്മൾ ICT പ്രയോജനപ്പെടുത്തിയും PDF കാണിച്ചും PowerPoint ഒക്കെ ഉണ്ടാക്കി നമ്മൾ ക്ലാസ് മുറിയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നേരനുഭവങ്ങളിലൂടെയും ദൃശ്യാനുഭവങ്ങളിലൂടെയും ശ്രവ്യാനുഭവങ്ങളിലൂടെയും കാഴ്ചയിലൂടെയും സ്പർശനത്തിലൂടെയും രുചിയിലൂടെയും ഒക്കെ നമ്മൾ കുട്ടികളെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുമ്പോൾ ആ ക്ലാസ് അത്രയും ഫലപ്രദമാകും. അതായത് കുട്ടികൾക്ക് ആ ക്ലാസ് അത്രയും ഔട്ട്പുട്ട്, കുട്ടികൾക്ക് അത്രയും ഒരു നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് അത്രയും ഒരു വലിയ റിസൾട്ട് നമുക്ക് തിരിച്ച് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ വിഭവങ്ങൾ നമ്മൾ ക്ലാസ് മുറിയിൽ ഒരുക്കണം. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അധ്യാപനത്തെ വിലയിരുത്തുവാനും കുട്ടികളുമായി കൂടുതൽ നമുക്ക് സംബന്ധിക്കുവാനും സാധിക്കും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് പഠിക്കണം കേട്ടോ. യെസ്, അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PDF ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. ഒന്നും കൂടി വായിച്ചു നോക്കണം. ചെറിയ നോട്ടാക്കി എടുത്താൽ മതി. ആ നോട്ട് തയ്യാറാക്കി നിങ്ങളത് പഠിക്കാനായിട്ട് പ്രത്യേകം നോക്കണം കേട്ടോ.